ഓം കർപ്പണ്യദോഷോ ഭഗതസ്വഭാവഗച്ഛാമിത്തം ധർമ്മസമൂഢചേതക ശ്രേയസ്യാനിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ചാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഇന്ന് 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗമാണ് നമുക്ക് ആരംഭിക്കേണ്ടത്. ഈ അധ്യായത്തിന് താരകബ്രഹ്മയോഗം എന്നും പേരുണ്ട്. ഇതിനു മുമ്പ് 7-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിച്ച ചില വിഷയങ്ങളെ സംബന്ധിച്ച് അർജുനൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങളോടെ, സംശയത്തോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ബ്രഹ്മം, ആധ്യാത്മം, കർമ്മം, അതിഭൂതം, അതിദൈവം, അതിയജ്ഞൻ ഇവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. അർജുന ഉവാച കിം തദ് ബ്രഹ്മം കിം ആധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അതിഭൂതം ച കിം പ്രോതം അതിദൈവം കിം ഉച്യതേ അതിയജ്ഞ കഥം കോ അത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോ അസി നിയതാമപി. അർജുനൻ ചോദിച്ചു, ഹേ പുരുഷോത്തമ, തൽ ബ്രഹ്മ കിം, ആ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? ആധ്യാത്മം കിം, ആധ്യാത്മം എന്താണ്? കർമ്മ കിം, എന്താണ് കർമ്മം? അതിഭൂതം പ്രോക്തം ച കിം, അതിഭൂതം എന്ന് പറയപ്പെട്ടതും എന്താണ്? കിം അതിദൈവം ഉച്യതേ, എന്തിനെ അതിദൈവം എന്ന് പറയപ്പെടുന്നു? അത്ര അസ്മിൻ ദേഹേ, ഇവിടെ ഈ ദേഹത്തിൽ, അതിയജ്ഞ കം കഥം, അതിയജ്ഞൻ എന്ന് പറയുന്നത് ആരാണ്? എങ്ങനെ ആണ് അത് വർത്തിക്കുന്നത്? മധുസൂദന, അല്ലയോ കൃഷ്ണ, പ്രയാണകാലേച, മരണസമയത്തും, നിയതാമഭി, ആത്മസംയമികൾ, കഥം ജ്ഞേയ അസി, അങ്ങേ എങ്ങനെ അറിയുന്നു? കുറെ ചോദ്യങ്ങള് 2 ശ്ലോകത്തിലൂടെ അർജുനൻ ചോദിച്ചു. കാരണം എന്താ? കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനം ഭഗവാൻ പറഞ്ഞു, സാധിഭൂതാദി ദൈവം മാം സാധിയജ്ഞം ചെയ്യേപിതും പ്രയാണകാലെ അഭിച മാം തേ വിദുർയുക്ത ചേതസ. ഈ ഒരൊറ്റ ഭഗവാന്റെ മറുപടി ഉപദേശത്തിൽ നിന്നാണ് ഇത്രയധികം ചോദ്യങ്ങൾ വന്നത്. എന്നെ അതിഭൂതം, അതിദൈവം, അതിയജ്ഞം എന്നിവയോടുകൂടി ആരറിയുന്നുവോ എന്നിൽ മനസ്സുറച്ച അവർ മരണസമയത്ത് കൂടി എന്നെ അറിയുന്നു. ആ ശരീരം ഉപേക്ഷിച്ച് അവര് എന്നിലേക്ക് തന്നെ എത്തും എന്നാണ് അർത്ഥമാക്കുന്നതെന്നർത്ഥം. അതെങ്ങനെ സാധിക്കും എന്നതാണ് അർജുനന്റെ ചോദ്യത്തിന്റെ പൊരുള്. അപ്പൊ അത് ഭഗവാനെ ഏത് വിധേയം ഒക്കെ അറിയണം നമ്മൾ മരിക്കുന്നതിന് മുമ്പ്. മരണസമയത്തും ആ അറിവ് വെച്ചുകൊണ്ട് വേണം മരിക്കാൻ. അങ്ങനെയാണെങ്കിലാണ് ഭഗവാനിലേക്ക് എത്തുള്ളൂ. വാസനാബലം 7-ാം അധ്യായത്തിൽ തുടക്കം തന്നെ എന്താ പറഞ്ഞ, മയ്യാസക്തം അനാപാർത്ഥ, ഭഗവാനിൽ തന്നെ ആസക്തിയോടുകൂടി ഇരിക്കണം. ആ താല്പര്യത്തോടു കൂടി ഇരിക്കുന്നവർക്കേ ഭഗവാനെ അറിയാനുള്ള അവസരം ഉണ്ടാവും. അപ്പോ അത് അറിയുന്ന അവസാന കാലം, അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തൊന്നും അറിഞ്ഞാൽ പിന്നെ ഒന്നും അറിയേണ്ടതായിട്ടില്ല, അവശേഷിക്കുന്നില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. അതൊക്കെ 7-ാം അധ്യായത്തിൽ പറഞ്ഞു, അതിന്റെ രഹസ്യമൊക്കെ. അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരേപോലെ മരണസമയത്തും ഭഗവാനെ തന്നെ അറിയണം. പൂർണ്ണമായിട്ട് അറിഞ്ഞുകൊണ്ട് ഭഗവാനിൽ ആസക്തിയായ മനസ്സോട് കൂടിയിരിക്കണം. അതിൽ മനസ്സ് ഉറച്ചാൽ ബുദ്ധി ഉറക്കണം, ബുദ്ധി ഉറച്ചാൽ അഹംബോധത്തിൽ, ആത്മജ്ഞാനലബ്ധിയോടുകൂടി, ആത്മബോധത്തോടുകൂടി മരിക്കണം എന്നർത്ഥം. എങ്കിൽ മാത്രമേ ശരീരം ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് എത്തൂ. അതിന് ഭഗവാനെ എപ്രകാരം മരണസമയത്തും അറിയണമോ അതിനുതകുന്ന രീതിയിൽ എങ്ങനെ അറിയാൻ സാധിക്കും? എന്തൊക്കെ ഘടകങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. ഹേ പുരുഷോത്തമ, ആ ബ്രഹ്മം എന്ന് പറഞ്ഞത് എന്താണ്? ആധ്യാത്മം എന്ന് പറഞ്ഞത് എന്താണ്? കർമ്മം എന്ത്? അതിഭൂതം എന്ന് പറയപ്പെട്ടതും എന്തിനെയാണ് അതിദൈവം എന്ന് പറയുന്നത്? ഈ ദേഹത്തിൽ അതിയജ്ഞൻ ആരാണ്? എങ്ങനെ വർത്തിക്കുന്നു? അല്ലയോ കൃഷ്ണ, മനസ്സിനെ അടക്കിയവർ മരണസമയത്തും അങ്ങയെ എങ്ങനെ, ഏത് പ്രകാരം അറിയുന്നു?
എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരമെല്ലാം നമ്മുടെ ശരീരത്തിലൂടെ തന്നെ ആദ്യം അറിയണം, എങ്കിലേ നിങ്ങൾക്ക് പുറത്ത് ഈശ്വരനെ അറിയാൻ സാധിക്കും. ഈ ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ നമ്മുടെ ശരീരത്തിലൂടെ തന്നെ നമ്മൾ അറിയണം. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആ കൃഷ്ണ അവബോധം ഇല്ലെങ്കിൽ ആധ്യാത്മിക ആത്മബോധത്തോടുകൂടി നമ്മുടെ ശരീരത്തെ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പുറത്തറിയാൻ പറ്റൂ. അതുകൊണ്ട് ഈശ്വരനെ സാക്ഷാത്കരിക്കേണ്ടത്, അനുഭവത്തിൽ എത്തിച്ചറിയേണ്ടത്, ജ്ഞാനത്തെ വിജ്ഞാനമാക്കി അറിയേണ്ടത് പുറത്തല്ല, നമ്മുടെ ശരീരത്തിലൂടെ തന്നെ അറിയണം. ശരീരം അതിന് വേണ്ടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്ന് ഉറപ്പിച്ചോളണം. അല്ലാതെ ഇന്ദ്രിയ ഭോഗ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ശരീരം കൊണ്ട് ഓടി നടക്കാനല്ല ശരീരം കിട്ടിയേക്കണം. അതൊക്കെ ആയിക്കോളൂ, എന്നാലും വിരോധമൊന്നുമില്ല. പക്ഷെ അതിന് വീണ്ടും വീണ്ടും വന്നു പോകാതിരിക്കണമെങ്കിൽ, ഇതിൻ്റെ പിന്നാലെ വീണ്ടും വീണ്ടും ജനനവും മരണവും ആയിട്ട് ബന്ധപ്പെട്ട് വന്നു പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാനെ ഈ ശരീരം വച്ചുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ജന്മത്തിലെങ്കിൽ അറിയണം. അപ്പൊ അന്ത്യകാലേപി ഭഗവാനെ അറിഞ്ഞുകൊണ്ട് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും. അതിന് ഉത്തരം ഭഗവാൻ എന്താ പറയുന്നതെന്ന് നോക്കോളൂ. അക്ഷരം ബ്രഹ്മപരമം സ്വഭാവോ ആധ്യാത്മമുച്ചതേ ഭൂതദ്ഭാവോ ഭവത്കാരോ വിസർഗ കർമ്മ സംജിത. ഭഗവാൻ പറഞ്ഞു, പരമം അക്ഷരം ബ്രഹ്മ, ഏറ്റവും ഉത്കൃഷ്ടവും നാശരഹിതവുമായത് എന്തോ അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. എന്താണ് ഉത്കൃഷ്ടം? നമ്മുടെ തന്നെ ശരീരത്തെ കണ്ണിന്റെ കണ്ണായിട്ട്, കണ്ണിന് കാഴ്ച നൽകുന്ന ഒരു ശക്തിയുണ്ട്, അത് ബ്രഹ്മമാണ്. കേൾവിക്ക് കേൾവി നൽകുന്ന ഒരു ശക്തിയുണ്ട്, അത് ബ്രഹ്മമാണ്. വാക്കിന്റെ വാക്കായിട്ട് നിൽക്കുന്നത് എന്തോ അത് ബ്രഹ്മമാണ്. പ്രാണന്റെ പ്രാണനായിട്ട് എന്ത് നിൽക്കുന്നോ അത് ബ്രഹ്മമാണ്. നമ്മുടെ ശരീരത്തിലൂടെ തന്നെ നമ്മൾ ഇപ്രകാരം എന്തൊക്കെ ഗുണങ്ങൾ ഏതേത് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അറിയുന്നുണ്ടോ ആ അറിയാനുള്ള ശക്തി, അതിനെ തിരിച്ചറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് ആ ബ്രഹ്മത്തിന്റെ പ്രഭാവത്താൽ. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ജീവൻ തന്നെയാണ് ബ്രഹ്മം. ആ ജീവന്റെ ശക്തി കൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും, എന്ത് കണ്ടു എന്ന് മനസ്സിലാക്കുന്നതും, എന്ത് കണ്ടു എന്ന് ഉറപ്പിച്ചു തരുന്നതും, അത് അഹംബോധത്തിൽ നിൽക്കുന്നതും ഈ ബ്രഹ്മത്തിന്റെ പ്രഭാവം കൊണ്ടാണ്. അതുപോലെ കേൾവി ആയിക്കോട്ടെ, പഞ്ചേന്ദ്രിയങ്ങളുടെ ശക്തികളായിക്കോട്ടെ, ആ വിഷയങ്ങളെ ഓരോന്നോരോന്ന് അനുഭവിച്ചറിയുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പ്രേരണ ഈ ആത്യന്തികമായിട്ടുള്ള ഈ ബ്രഹ്മത്തിന്റെ പ്രഭാവം തന്നെയാണ്. അതിനെ തന്നെയാണ് ആത്മാവെന്ന് പറയുന്നതും, അതിനെയാണ് ജീവാത്മാവെന്ന് പറയുന്നതും, അതിനെ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നതും, അതിനെ തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്നതും, അത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അത് ഏറ്റവും ഉത്കൃഷ്ടമാണ്, നാശരഹിതമായത് എന്തോ അത് ബ്രഹ്മമാണ്. ഇനി ബ്രഹ്മത്തിന്റെ സ്വഭാവത്തെ, ശരീരം പ്രതി ജീവഭാവം കൈക്കൊള്ളുന്ന സ്വഭാവത്തെ ആധ്യാത്മം എന്ന് പറയുന്നു. അതായത് ഈ ജീവൻ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ പൂർവജന്മ വാസന അനുസരിച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവം പ്രകടമാകുന്നുണ്ടെങ്കിൽ അത് അന്തർയാമിയായിരിക്കുന്ന ആ ജീവാത്മാവിന്റെ പ്രഭാവം കൊണ്ടാണ് നമ്മളിൽ സ്വഭാവം പ്രകടമാകുന്നത്. ആ സ്വഭാവത്തെയാണ് ആധ്യാത്മം എന്ന് പറയുന്നത്. നമ്മുടെ സ്വഭാവം പുറത്തു നിന്നല്ല വരണത്, നമ്മുടെ ഉള്ളിൽ നിന്നാണ്. ആ ജീവന്റെ പ്രഭാവം കൊണ്ടാണ് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും നമ്മുടെ വ്യത്യസ്തമായ ഭാവങ്ങളും പ്രകടമാകുന്നത്. എല്ലാ ഭാവങ്ങളും എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് 10-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്. അത് നല്ലതോ ചീത്തയോ, ദേഷ്യമോ വികാര വിചാരങ്ങളോ ഏതും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മുടെ ശരീരത്തിലൂടെ ഏതെങ്കിലും ഭാവം, സുഖദുഃഖ സംബന്ധമായിരിക്കുന്ന വികാര വിചാരങ്ങളായിക്കോട്ടെ, ഏതെങ്കിലും ഭാവം നമ്മുടെ സ്വഭാവമായിട്ട് പ്രകടമാകുന്നുണ്ടെങ്കിൽ അത് ജീവനോട് ചേർന്ന് നിൽക്കുന്ന ആ ഭാവത്തെയാണ്, സ്വഭാവത്തെയാണ് ശരീരം പ്രതി ജീവാത്മാഭാവം സ്വഭാവം പ്രകടമാക്കും. പൂർവജന്മാർജിതമായിട്ടുള്ള ജീവൻ ശരീരം വിട്ടു പോകുമ്പോൾ ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന്, ഇന്ദ്രിയം എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ചേർന്നിട്ടാണ് ജീവനെ വലിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ
ഏതേത് സ്വഭാവ ബലത്തിലാണോ വാസനാബലത്തിലാണോ ശരീരം ത്യജിക്കുന്നത്, ആ ഭാവം ഏറ്റിക്കൊണ്ട് പോകുന്നു. തിരിച്ചു വരുമ്പോഴും അതേ ഭാവം പ്രകടമാകുന്നു. ആ ഭാവമാണ് നമ്മുടെ സ്വഭാവമായിട്ട് പ്രകടമാകുന്നത്. അതാണ് ജീവാത്മഭാവം പ്രകടമാക്കുന്നത്, അനുഭവിച്ചറിയുന്നത്. അതിനെ ആധ്യാത്മം എന്ന് പറയുന്നു. അതായത് ജീവൻ ശരീരത്തോടു കൂടി കെട്ടിക്കഴിയുമ്പോൾ പ്രകടമാകുന്ന സ്വഭാവത്തെ തന്നെയാണ് ആധ്യാത്മം എന്ന് പറയുന്നത്. ഇനി ചരാചരങ്ങളുടെ ഉൽപ്പത്തിക്ക് കാരണമായിരിക്കുന്ന സൃഷ്ടിയുടെ വ്യാപാരത്തിന് അഥവാ വ്യവഹാരത്തിന് കർമ്മം എന്ന് പറയുന്നു. ജനിച്ചാൽ, സൃഷ്ടിച്ചാൽ ആ നിമിഷം തൊട്ട് പ്രപഞ്ചവും ചലിക്കും. നമ്മൾ ജനിച്ചാൽ നമ്മുടെ ശരീരവും ചലിക്കും. അതിന് നിമിഷം ചലിച്ചുകൊണ്ടേയിരിക്കും. സർവ പ്രകൃതി ജൈഗുണ എന്ന് 3-ാം അധ്യായത്തിൽ പറഞ്ഞു. നക്കി കച്ചിക്ഷണം അഭിജാതത്തെ കർമ്മകൾ കാര്യദേഹ്യ വശകർമ്മ സർവ പ്രകൃതി ജൈഗുണ. അപ്പൊ പ്രകൃതി ഗുണങ്ങളെ കൊണ്ട് നമ്മുടെ ശരീരത്തിലൂടെ ജീവാത്മാഭാവം പ്രകടമാക്കുന്ന ചലനങ്ങളെയാണ് കർമ്മം എന്ന് പറയുന്നത്. അത് മനസ്സാകാം, ഇന്ദ്രിയങ്ങളാകാം, കർമ്മേന്ദ്രിയങ്ങളാകാം, ജ്ഞാനേന്ദ്രിയങ്ങളാകാം, ഹൃദയമാകാം. എന്തൊക്കെ ശരീരത്ത് ചലനാത്മകമായിട്ട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടോ ആ വ്യവഹാരത്തിനാണ് കർമ്മം എന്ന് പറയുന്നത്. ഇത് പ്രകൃതിയുടെ ഗുണങ്ങളെ കൊണ്ട് നടക്കും. നമ്മളെന്തെങ്കിലും ചെയ്താൽ അതും വ്യവഹാരമാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അതും കർമ്മമാണ്. അറിയാതെ പ്രകൃതി ഗുണങ്ങളെ കൊണ്ട് സംഭവിക്കുന്നതും അപ്പോഴും കർമ്മമാണ്. ഇവിടെ നിന്ന് ഉറങ്ങുന്നത് പോലും കർമ്മമാണ്. അപ്പൊ സൃഷ്ടിയുടെ വ്യവഹാരമാണ്. അപ്പൊ പ്രപഞ്ചം നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ കർമ്മമാണ്. അതൊക്കെ സൃഷ്ടിയുടെ വ്യവഹാരത്തെ പെട്ടുന്നതാണ്. ജനിച്ചാൽ മരണം വരെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ഇത് പ്രപഞ്ചത്തിൽ നടക്കും, നമ്മുടെ ഉള്ളിൽ നടക്കും. അപ്പൊ എന്താണോ സൃഷ്ടിയുടെ വ്യവഹാരം എന്ന് പറയുന്നത്, ഈ അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മകമായ സൃഷ്ടിയുടെ വ്യവഹാരം തുടങ്ങും. അത് എവിടെ ഇരുന്നാലും ചലിക്കും. ചലനാത്മകമായിരിക്കുന്ന ബ്രഹ്മം ഇനി തിരിച്ച് ഭഗവാനിൽ എത്തുന്നത് വരെ ചലിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഓരോ ശരീരം കിട്ടുമ്പോഴും ചലനാത്മകമാണ്. ശരീരം കിട്ടുമ്പോഴേ ചലനാത്മം. അല്ലെങ്കിൽ നമുക്ക് സൂക്ഷ്മമായിട്ട് അത് സൂക്ഷ്മ ശരീരവും ചലിച്ചുകൊണ്ടേ ഇരിക്കുക. അതറിയുന്നില്ല. സ്ഥൂല ശരീരത്തിന്റെ ചലനം നമുക്കറിയാൻ പറ്റുള്ളൂ എന്ന് മാത്രം. അതുകൊണ്ട് അതിഭൂതം ക്ഷരോഭാവ സൃഷ്ടിയുടെ വ്യാപാരത്തിന്, സൃഷ്ടിയുടെ വ്യവഹാരത്തിന്, അതായത് അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മകമായാൽ ആ ചലനത്തിനാണ് കർമ്മം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരവും കിട്ടി. ആ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കർമ്മങ്ങളും നമ്മുടെ സ്വഭാവത്തിൻ്റെ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് കർമ്മം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നു, അതിഭൂതം ക്ഷരോഭാവ പുരുഷാദി ദൈവതം അതിയജ്ഞോ അഹമേവത്ര ദേഹേ ദേഹപ്രതാംബര. ക്ഷരഭാവം അതിഭൂതം, നശ്വരമായിരിക്കുന്ന ഭാവം അതിഭൂതമാകുന്നു. പുരുഷ ച അതിദൈവതം, പുരുഷൻ ശരീര മനോബുദ്ധികളിൽ വർത്തിക്കുന്ന ശക്തിവിശേഷം അതിദൈവം അഥവാ ജീവാത്മാവിൻ്റെ ശക്തി. ദേഹവൃതാംബര, ദേഹം ധരിച്ചവൻ ശ്രേഷ്ഠനായിരിക്കുന്ന, ദേഹം ധരിച്ചവനിൽ ശ്രേഷ്ഠനായ ഹേ അർജുന, അത്ര ദേഹേ, ഈ ദേഹത്തിൽ, അഹം ഏവ, ഞാൻ തന്നെയാണ് അതിയജ്ഞൻ. അല്ലയോ അർജുന, നാശമുള്ളതെല്ലാം അതിഭൂതം. ഇപ്പൊ നമ്മുടെ ശരീരം ഉണ്ടായിട്ട് നശിക്കുന്നതാണ്. അതുകൊണ്ട് ശരീരം അതിഭൂതമാണ്. പുറത്തും എന്തുണ്ടായിട്ട് നശിക്കുന്നോ അതൊക്കെ അതിഭൂതങ്ങളാണ്. ശരീര മനോബുദ്ധികളിൽ വർത്തിക്കുന്ന ശക്തി വിശേഷം അതിദൈവതം അഥാ ദൈവാധീനം. അത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞത്. അപ്പം നമ്മളിലുള്ള ദൈവാധീനം എന്ന് പറഞ്ഞതിനെയാണ് അതിദൈവം എന്ന് പറഞ്ഞത്. ആദിദൈവതം ഈ ഇന്ദ്രിയ മനോബുദ്ധികളെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷം. അത് വ്യക്തിയല്ല, ശക്തിവിശേഷം. ഒരു എനർജി ഉണ്ട്. ആ എനർജിയാണ് ഇവിടെ അതിദൈവതം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ദേഹത്തിൽ ഞാൻ തന്നെ അതിയജ്ഞൻ. അപ്പൊ അതിന്റെ അധികാരി ആരാ? ഈ ശരീരത്തിന്റെ അധികാരി എന്ന് പറഞ്ഞാൽ നമ്മളല്ല, അതിയജ്ഞനാണ്. അത് ഈശ്വരനെയാണ്, ഭഗവാനെ തന്നെയാണ് അതിയജ്ഞൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ശരീരത്തിന്റെ അധികാരി ആരാ? യജമാനാരാ? ആ ഗുരുവായൂരപ്പൻ തന്നെ എന്ന് ഉറപ്പിച്ചോളണം. എൻ്റെ എന്ന് പറയാൻ നമുക്ക് കുറച്ച് നാളത്തേക്ക് സൂക്ഷിക്കാൻ തന്നേക്കാം. എൻ്റെ അധികാരി യഥാർത്ഥത്തിൽ ഉടമസ്ഥൻ ഭഗവാൻ തന്നെയാണ്. ആ ഉടമസ്ഥനാണ് അതിയജ്ഞൻ എന്ന് പറയുന്നത്. ഉൽപ്പത്തി നാശം എന്നിവയിലുള്ള എല്ലാ വസ്തുക്കളും, അതായത് ഉൽപ്പത്തി നാശം എന്നിവയുള്ള എല്ലാ വസ്തുക്കളും അതിഭൂതങ്ങളാകുന്നു. ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അനുഗ്രഹമായിട്ട് വർത്തിച്ച് അവയെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിവിശേഷമത്രേ അതിദൈവം. അത് തന്നെയാണ് ആ ദൈവാധീനം എന്ന് പറയുന്നത്.
ശരീരത്തിൽ അന്തർയാമിയായിട്ട് വർത്തിക്കുന്ന പരമാത്മാവ് തന്നെ അതിയജ്ഞൻ എന്ന് പറയുന്നു. ആ ശക്തി വിശേഷം എന്താണോ, ആ വിശേഷം, ആ ശക്തി ആരുടെ സ്രോതസ്സാണോ, അതിൻ്റെ യജമാനൻ ആരാണോ, അത് തന്നെയാണ് അതിയജ്ഞൻ എന്ന് പറയുന്നത്. അതായത് ദൈവാധീനം ശക്തിവിശേഷം പ്രകടമാകുന്നത് ആരുടെ പ്രഭാവത്തിലാണോ ആ ശക്തിയാണ് ഇവിടെ അതിയജ്ഞൻ എന്ന് പറയുന്നത്. ജഡോപതികളായിട്ടും ഇന്ദ്രിയ മനോബുദ്ധികളെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി വിശേഷമായിട്ടും അറിയപ്പെടുന്നതെല്ലാം സർവാന്തരാമിയായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ്. യജമാനായിട്ടിരിക്കുന്ന ആളില്ല, ജീവാത്മാവായിട്ടിരിക്കുന്ന അതേ ശക്തി തന്നെയാണ് പരമാത്മാവും എന്നിവിടെ സൂചിപ്പിക്കുന്നു. ഏകമായ സത്യവസ്തു ഒന്ന് മാത്രമേ ഉള്ളൂ, നശിക്കാതെ നിൽക്കുന്ന സനാതനമായിരിക്കുന്ന ആ പരമാത്മാ ശക്തി മാത്രമേ ഉള്ളൂ വ്യക്തമാക്കിയിരിക്കുന്നു. അതിൽ നിന്ന് വികാസം പ്രാപിച്ചതാണ് അത് അപരാശക്തിയായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും ഇന്ദ്രിയ മനോബുദ്ധികളായിട്ടും ഒക്കെ വർത്തിക്കുന്നത് ഈ പരമാത്മാവ് തന്നെ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി അത് ഉറപ്പിച്ചുകൊണ്ട് അന്തകാലേച മാമേവ സ്മരൻ മുക്ത്വാ കളേപരം യപ്രയാതിസമൽഭാവം യാതി നാസൃത്യ സംശയം. അന്തകാലേ ച യാതൊരുവൻ മരണസമയത്തും മാം ഏവ സ്മരൻ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് കളേപരം മുക്താ പ്രയാതി ശരീരം ഉപേക്ഷിച്ചു പോകുന്നുവോ സ മൽഭാവം യാതി അവൻ എൻ്റെ അവസ്ഥയെ പ്രാപിക്കുന്നു. അത്ര സംശയം നാസ്തി, ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നും പറഞ്ഞു. യാതൊരാൾ മരണസമയത്തും എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിട്ടുപോകുന്നുവോ അഥവാ ശരീരം ഉപേക്ഷിക്കുന്നുവോ അയാൾ എൻ്റെ അവസ്ഥയെ പ്രാപിക്കും, എന്നിൽ ലയിക്കുന്നു എന്നർത്ഥം. ഇക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അർജുന. മരണസമയത്തെ ചിന്തകൾ ജീവന്റെ അനന്തരഗതി നിർണയിക്കുന്നു എന്ന് അടുത്ത ശ്ലോകം ഒന്നോടെ സ്പഷ്ടമാക്കി തരുന്നു. അപ്പൊ നമ്മൾ അനന്തരഗതി എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നാളെ ഇങ്ങോട്ട് പോകണം, ഇല്ല അടുത്ത നിമിഷം എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അടുത്ത നിമിഷം ആയാലും നാളെ ആയാലും നിങ്ങൾ ചെയ്യുന്നത് എന്താണോ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അതായിരിക്കും ബലം. അപ്പൊ അതനുസരിച്ചായിരിക്കും രാവിലെ എഴുന്നേറ്റ് പ്രവർത്തിക്കുക. ഇതേപോലെ ഈ ജന്മത്തിൽ നമ്മൾ ഏതിലാണോ ചിന്താബലം വാസനാബലം കിടക്കുന്നത്, അന്ത്യകാലത്തിൽ മരണസമയത്തും എന്ത് ചിന്തിച്ചുകൊണ്ടാണോ നിങ്ങൾ മരിക്കുന്നത്, ശരീരം കിട്ടുന്നത് അതനുസരിച്ചായിരിക്കും, വീണ്ടും ജനിക്കുന്നത് അതനുസരിച്ചായിരിക്കും. അപ്പം മറ്റു വിഷയങ്ങൾ, ഏത് ഭൗതിക ഭോഗസുഖങ്ങളെ പറ്റിയാണ് വാസനാബലത്തിനാണ് ചിന്തിച്ചുകൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ അടുത്ത ജന്മത്തിൽ അതേ ബലത്തിൽ തിരിച്ചു വരും. എന്നാൽ ഈശ്വരനുമായിട്ടുള്ള ബന്ധം, ഈ പറയുന്ന ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തിൽ ഉറച്ചാണ് നിങ്ങൾ ശരീരം ത്യജിക്കുന്നെങ്കിലോ ഈശ്വരിലേക്ക് എത്തും. എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ അതാണ് മരണസമയത്തും ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ടാണ് നിങ്ങൾ ശരീരം വിടുന്നതെങ്കിൽ നിങ്ങൾ ഭഗവാനിലേക്ക് എത്തും. ഇക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മരണസമയത്തെ ചിന്തകൾ ജീവന്റെ അനന്തരഗതി തീരുമാനിക്കും. എന്നാ പിന്നെ ഇപ്പോഴേ എന്തിനാ അല്ലേ ഈ കഷ്ടപ്പെടുന്ന, അവസാനം വിചാരിച്ചാ പോരെ. മനുഷ്യന് പെട്ടെന്ന് ഷോർട്ട് കട്ടാ ഓർമ്മ വരിക അല്ലേ. അപ്പൊ അവസാനം ഇത്രയൊക്കെ എന്നാ കഷ്ടപ്പെടുന്ന, അവസാനം മരിക്കുമ്പോഴല്ലേ, മരിക്കുമ്പോ അന്നേരം വിചാരിച്ചാൽ പറയല്ലോ ഈശ്വരിലേക്ക് എത്താന്ന് വിചാരിച്ചാൽ. പക്ഷെ അതിനു മുമ്പ് വിചാരിച്ച് ഇരിക്കുന്ന ഒരാൾക്ക് മരണസമയത്തും ആ ചിന്ത വരുള്ളൂ. ധ്യാന അവസ്ഥിതേന മനസ്സാന്ന് പറഞ്ഞേക്കണേ. അപ്പം ആ എന്തിനെ പറ്റി നിരന്തരം ചിന്തിക്കുന്നോ അതായിരിക്കും നിങ്ങൾ മരണസമയത്തുള്ള ചിന്ത. നമ്മൾ പകല് മുഴുവൻ എന്ത് ചിന്തിച്ചിരിക്കുന്നുവോ അതായിരിക്കും ഉറങ്ങാൻ കിടക്കുമ്പോഴും വരുന്ന ചിന്ത. ഏത് വിഷയത്തിൽ ചിന്തിച്ച് രമിച്ചുകൊണ്ടാണോ ഉറങ്ങിപ്പോകുന്നത്, ഉണർന്നു വന്നാലും അതേ ബോധത്തിലായിരിക്കും ചിന്ത പോകും. സംശയം പരീക്ഷിച്ചു നോക്കോളൂ. ഇന്ന് കിടക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾ ചിന്തിച്ചുറച്ചിട്ട് കിടക്കുന്നത് അതായിരിക്കും ഉണർന്നു വന്നാലും ചിന്ത. യാതൊരു സംശയമില്ല കാര്യത്തിൽ. അതേപോലെ ജീവിതകാലം മുഴുവൻ ഏത് ചിന്തയിലാണോ പ്രബലമാകുന്നത്, ഏത് വാസനാബലമാണോ പ്രബലമാകുന്നത് അതനുസരിച്ചായിരിക്കും അനന്തരഗതി. ഈ ശരീരം ഉപേക്ഷിച്ചാലും
നിങ്ങളുടെ അടുത്ത ശരീരം കിട്ടലും പിന്നെ ജീവിതമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പിന്നെ എന്താ, നമുക്ക് ഇന്നലത്തെ കാര്യമൊക്കെ ഇന്ന് ഓർക്കാൻ പറ്റും, ഇന്നത്തെ കാര്യം നാളെ ഓർക്കാനും പറ്റും. പക്ഷെ ഈ ജന്മത്തിലെ ഏത് ബലം കൊണ്ട്, വാസനാബലത്തെ നമ്മൾ മരിച്ചാലും വേണ്ടില്ല, തിരിച്ചു വരുമ്പം നമുക്ക് എന്ത് വിചാരിച്ചുകൊണ്ടാ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്വഭാവത്തിൽ ആ ഓർമ്മയും ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ വരുമെങ്കിലും പൂർവ്വജന്മ സ്മരണ കിട്ടില്ല. പൂർവ്വജന്മത്തിലെ സ്മരണയാണ് ഈ ജന്മത്തിൽ എനിക്ക് ഇഷ്ടാനിഷ്ടങ്ങളായിട്ട് എൻ്റെ സ്വഭാവം പ്രകടമാകുന്നതെന്ന് ഒരിക്കലും നമുക്ക് തോന്നില്ല. അതാണ് മായയുടെ പ്രഭാവം. അപ്പൊ മരണസമയത്തെ ചിന്തകൾ ജീവന്റെ അനന്തരഗതി നിർണയിക്കും. അടുത്ത ശ്ലോകത്തിൽ അത് ഒന്നോടെ സ്പഷ്ടമാക്കുന്നുണ്ട്. യം യം വ്യാപി സ്മരൻ പാപം തജത്തന്തേ കളയപരം തം താമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. കൗന്ദേയ, അല്ലയോ അർജുന, അന്തേ യം യം വാ, അവസാന കാലത്ത് മരണസമയത്ത് ഏതേത് അപി ഭാവം സ്മരൻ, ഭാവത്തെ സ്മരിച്ചുകൊണ്ടാണോ ശരീരത്തെ ത്യജിക്കുന്നത്, കളയപരം ത്യജതി, ശരീരത്തെ ത്യജിക്കുന്നത്, സദാ തദ്ഭാവഭാവിത, എപ്പോഴും ആ ഭാവത്തെ കുറിച്ചുള്ള ഭാവനയാൽ, തം തം ഏവ യവേതി, അതാത് ഭാവത്തെ തന്നെ പ്രാപിക്കുന്നു. ഏതേത് ഭാവത്തിലാണോ നിങ്ങൾ ശരീരം ധരിക്കുന്നത് അതേ ഭാവത്തെ തന്നെ വീണ്ടും ശരീരം കിട്ടിയാലും പ്രാപിക്കും. അല്ലയോ അർജുന, മരണസമയത്ത് ഏതേത് ഭാവത്തെ, ഏതേത് രൂപത്തെ സ്മരിച്ചുകൊണ്ടാണോ ശരീരത്തെ ത്യജിക്കുന്നത്, എപ്പോഴും ആ രൂപത്തെക്കുറിച്ചുള്ള ഭാവന ഹേതുവായിക്കൊണ്ട് ജീവൻ അതാത് രൂപത്തെ തന്നെ പ്രാപിക്കും. സദാ തദ്ഭാവഭാവിത എന്ന പ്രയോഗം കൊണ്ട് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ജീവിതകാലത്തെ പ്രബലമായ ചിന്ത എന്താണോ, നിരന്തര ചിന്ത എന്താണോ, അതായിരിക്കും അവസാന നിമിഷത്തിലെയും ചിന്ത. ചിന്ത എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് അടുത്ത ശ്ലോകത്തിൽ എല്ലാ കാലത്തും എന്നെ തന്നെ സ്മരിക്കുക എന്ന് ഭഗവാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ സദാ തദ്ഭാവഭാവിത, ഏതേത് ഭാവത്തിൽ വർത്തിക്കുന്നു അതാത് ഭാവത്തിൽ അനുഗ്രഹിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വാസനാബലത്താൽ മരണം വരെ ഏത് വിഷയത്തെ പറ്റി, ഏതിനെ പറ്റിയാണോ നിരന്തരം ചിന്തിച്ച് ആ ബലത്തിൽ ശരീരം ധരിക്കുന്നത്, നിങ്ങളുടെ അനന്തരഗതിയും അതനുസരിച്ചായിരിക്കും. ഇതിൽ സംശയമൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഭഗവാൻ 7-ാം അധ്യായത്തെ തുടക്കത്തിലെ പറഞ്ഞു മയ്യാസക്തം അനാപാർത്ഥ എന്ന് പറഞ്ഞാൽ, ഭഗവാനിൽ തന്നെ ആസക്തി വെച്ചുകൊണ്ട് അതറിഞ്ഞാൽ അതനുസരിച്ചുകൊണ്ട് പിന്നീടുള്ള ജീവിതം എന്ത് ചെയ്താലും, എന്ത് പറഞ്ഞാലും, എന്ത് പ്രവർത്തിച്ചാലും ഒക്കെ ആ ബലത്തിലായിരിക്കണം ചെയ്യണം. അപ്പോൾ അവസാനം ശരീരം ധരിച്ചാലും ഭഗവാനിലേക്ക് തന്നെ എത്തുന്നതാണ് പറഞ്ഞതിന് സാരം. ഇല്ലെങ്കിൽ ഭൗതിക കാര്യങ്ങളാണ് നിങ്ങളെ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിലെ ഭോഗസുഖങ്ങളെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ട് ആ ബലത്തിലാണ് ശരീരം ത്യജിക്കുന്നതെങ്കിൽ, നിങ്ങൾ അത് സാധിക്കാൻ വേണ്ടിയിട്ട് അതനുസരിച്ചുള്ള ശരീരം എടുത്തുകൊണ്ട് ജനിക്കേണ്ടതായിട്ട് വരും. ചില ആൾക്കാരുണ്ടല്ലോ, എനിക്ക് മരിച്ചാലും വേണ്ടില്ല, ഇവിടെ കിടന്ന് മരിക്കണം എന്ന് പറയും, ഇല്ലേ? അങ്ങനെ വാശി പിടിച്ചിരിക്കുന്നവർ അവിടെ തന്നെ വീണ്ടും വന്ന് ജനിക്കുകയും ചെയ്യും. ഏത് വിധത്തിൽ നിങ്ങൾ ശരീരം ഉപേക്ഷിച്ചാലും വേണ്ടില്ല, വീണ്ടും അവിടെ തന്നെ വന്ന് ജയിക്കും. പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയതൊന്നും ഓർമ്മ കിട്ടില്ല. നമ്മൾ എന്ത് ബലത്തിലായ ഇവിടെ തന്നെ വന്നതുപോലെ, എവിടെ നിന്നാ വന്നേ, എങ്ങനെയാ വന്നേ, ഏത് സ്ഥലത്താ വന്നേ, പണ്ട് കണ്ടിട്ടുള്ളതാണോ, പണ്ട് കിടന്ന സ്ഥലമാണോ, ഇവിടെ കിടന്നാണോ മരിച്ച്, ഇതൊന്നും സാധാരണഗതിയിൽ ആർക്കും ഓർമ്മ കിട്ടില്ല. അത്രമാത്രം യോഗസിദ്ധിയിലേക്ക് എത്തിയാലും, അതായത് ആത്മബോധം ഉണ്ടായാലും പഴയതൊക്കെ ഓർമ്മ വരും. പിന്നെ പിക്ചറസ് നമ്മൾ 7-ാമത്തെ മാസത്തിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നൊക്കെ കണ്ടിട്ടൊക്കെ തന്നെ വന്നു. പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ ഒക്കെ മറന്നു പോകണം, മായ കയറി പിടിക്കണമെന്ന് മാത്രം. നഷ്ടോ മോഹസ്മൃതിലെത്ത എന്ന് പറഞ്ഞാൽ, ആ ഭഗവാനെ ഭജിച്ചാൽ മാത്രമേ നഷ്ടപ്പെട്ട ജ്ഞാനം തിരിച്ചു കിട്ടുള്ളൂ. അത് കിട്ടുമ്പം നമുക്ക് ഓർമ്മയും കിട്ടും, പഴയതൊക്കെ ഓർമ്മ വരും.
ഇനി എന്താ ചെയ്യേണ്ടതെന്ന് സംശയമൊക്കെ തീർക്കുന്ന വിധത്തിൽ ഓർമ്മ കിട്ടിയാൽ പിന്നെ ചെയ്യുമല്ലോ. ബാക്കി എന്താ ഉള്ളതെന്ന് മനസ്സിലായാൽ പിന്നെ അത് ചെയ്തോളും. അത് ചെയ്ത് തീർത്തിട്ട് പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാതിരിക്കുക കൂടെ വേണം. അപ്പോഴേ പുനർജന്മം ഇല്ലാതിരിക്കുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ജീവിതകാലത്തുണ്ടാകുന്ന നിരന്തര ചിന്ത. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നേരമെങ്കിലും നാമം ജപിച്ചുകൊണ്ട് ദിവസവും നിത്യനൈമിത്യ കർമ്മം ഒരിക്കലും മുടക്കരുതെന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാ. അത് നിത്യമായിട്ട് ചെയ്താലേ അവസാന കാലത്തും, എന്നാ പിന്നെ അവസാന കാലത്ത് ഇതൊക്കെ ചെയ്താൽ പോലെ എന്ന് ചോദിച്ചാൽ, നിരന്തര ചിന്തയിലേക്ക് എത്തണം കൊണ്ട് ആ സ്മരണയും മനനവും ഒക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ നിത്യനൈമിത്യ കർമ്മത്തിൽ 10-20 മിനിറ്റെങ്കിലും നാമം ജപിക്കുന്ന ആൾക്ക്, ഈശ്വരനെ ഭജിക്കുന്ന ആൾക്ക് മാത്രമേ അവസാന കാലത്തും ഭഗവാനെ വിചാരിക്കാനുള്ള ബലം കിട്ടും. ഒന്നാമത്തെ കാര്യം, മരണഭയം വരുമ്പം എല്ലാ വിചാരങ്ങളും അസ്ഥാനത്തായിപ്പോകും. അതെന്തെങ്കിലും അരരവും കൊണ്ട് പറയുമ്പോണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള വിചാരത്തിലായിരിക്കും കിടക്കണം. അപ്പോഴും ഈ രോഗത്തെ പറ്റിയും ഇല്ലെങ്കിൽ ആ രോഗത്തിൻ്റെ കൺസിക്വൻസീസൊക്കെ ആയിരിക്കും വിചാരം വരിക. അതിനിടയ്ക്ക് ഈശ്വരനെ എങ്ങനെയാണ് വിചാരിക്കുക? അതിന് സ്ഥലം ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. പിന്നെ എങ്ങനെയാ അത് പ്രബലമാകുക? ഇപ്പം നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് പോലും അവസാന കാലത്ത് ചില കാര്യങ്ങൾ അനുഭവിക്കാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നാമം ജപിക്കില്ല എന്ന് മാത്രമല്ല, അടുത്തിരുന്നുകൊണ്ട് നാമം ജപിക്കുന്നവരെയും കൂടെ ഏൽപ്പിച്ചു. എന്നെ കൊല്ലാനാണോ നാമം ജപിക്കുന്നതെന്ന് എൻ്റെ അമ്മ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അടുത്തിരുന്നിട്ട് നാമം ജപിക്കുമ്പോൾ. അനായസനെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചാൽ നാമം ജപിക്കണം. അപ്പം അത് മനസ്സിലായി, എന്തായാലും ഞാനിവിടെ ഇരുന്ന് നാമം ജപിച്ചാൽ എൻ്റെ ശരീരം ഞാൻ ത്യജിക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലായി. മരണഭയം, മരിക്കാൻ തയ്യാറില്ല, അതാണ് പ്രശ്നം. പോയാൽ പുതിയത് കിട്ടും എന്നുള്ളത് എത്ര പറഞ്ഞു കൊടുത്താലും അങ്ങോട്ട് ഉറക്കണ്ടേ? നമ്മുടെ മരണഭയം 50% കുറയണം എന്നുണ്ടെങ്കിൽ ജന്മസിദ്ധമായിട്ട് എല്ലാ ജീവികൾക്കും ഒരേപോലെ കിട്ടിയിരിക്കുന്ന ഒരു ഭയമാണ് മരണഭയം. എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്, മനുഷ്യന് മാത്രമൊന്നുമില്ല. എല്ലാം നമ്മളെ പേടിച്ച് ഓടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അനങ്ങിയ ഓടുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ജീവനെ പേടിച്ചിട്ടാ. നമ്മളെങ്ങനെ കൊല്ലൂന്ന് പേടിച്ചിട്ടാ അത് ഓടണം. എന്നാൽ കടുവ സിംഹമൊക്കെ വന്നാലാ അപ്പൊ നമ്മളാ ഓടുക, അതല്ല ഓടുക. കാരണം എന്താ? നമുക്ക് പേടി. പാമ്പ് വന്നാലും നമ്മളാ ഓടുക, അതല്ല ഓടുക. കാരണം നമുക്ക് മരണഭയം, പേടി. എന്താ ചെയ്യാ? മരണം എന്ന സത്യത്തെ ഉൾക്കൊണ്ടാൽ മതി, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ ശരീരം പോയാലും വേണ്ടില്ല, പുതിയത് കിട്ടും, പിന്നെ എന്തിനു പേടിക്കണം? ഇതേപോലെ തന്നെ തിരിച്ച് ഇതേ സ്ഥാനത്ത് വന്നിരിക്കാം. അങ്ങനെ ഉറപ്പിച്ചാൽ മതി. പിന്നെ 50% ഭയം ഇല്ലാതെയാവും. 50% വിൽ പവറും വരും. നിങ്ങൾക്ക് ഏത് മാരാരോഗം വന്നാലും അത് കയറി പിടിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ വിൽ പവർ വേണം. വിൽ പവർ. ക്യാൻസർ സംശയാത്മാ വിനശതി എന്ന് പറഞ്ഞു. നമുക്ക് ചില കുഴപ്പങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജീവിതകാലം മുഴുവൻ ഈ സത്സംഗവും ഇല്ലേ ഭാഗവതമൊക്കെ വായിച്ച് കിടക്കുന്നവരും ഏതെങ്കിലുമൊക്കെ അവസാന കാലത്തായിരിക്കും പുണ്യത്തിൻ്റെ സുഹൃത്തത്തിൻ്റെ ഫലം കൊണ്ട് ചിലപ്പോൾ ജീവിതകാലം ആനന്ദത്തോടെ ഇതൊക്കെ ലയിച്ച് സന്തോഷത്തോടു കൂടി കഴിയും. അവസാന കാലത്ത് ചിലപ്പം പഴയത് കിടക്കണ ക്രെഡിറ്റ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് കിടക്കണ എന്തെങ്കിലും ശരീരത്തിന് എന്തെങ്കിലും ജീർണത വന്നിട്ട് അതില്ലാതാക്കണം. അത് ഉറപ്പിച്ചോളൂ. എന്ത് തരത്തിൽ ക്യാൻസർ വന്നാലും വേണ്ടില്ല, അറ്റാക്ക് വന്നാലും വേണ്ടില്ല, കുഴഞ്ഞു വീണ് മരിച്ചാലും വേണ്ടില്ല, ഏതെങ്കിലും വിധത്തിൽ ശരീരം നഷ്ടപ്പെടണമെങ്കിൽ അതിനെന്തെങ്കിലും പോരായ്മ വരണം. അത് പാപം ചെയ്താലും പാപം ചെയ്യാത്തവർക്കും ഒക്കെ ഒരേപോലെ വരും. ശരീരം പോകണം എന്നുണ്ടെങ്കിൽ പോകാൻ സമയമായാൽ ഏത് തരത്തിലും അത് പോകും. പിന്നെ അത് പോയിട്ട് നമുക്ക് ഭക്തി കൊണ്ട് നമുക്ക് ശുദ്ധീകരണം നടത്താൻ ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുഹൃത കർമ്മത്തിൻ്റെ ഫലം, അതിൻ്റെ ഭാരമാണ് കൂടുതലെങ്കിൽ ജീവിതകാലം സുഖമായിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റും. ചിലപ്പം പാപഭാരം കുറച്ച് ബാക്കി കിടക്കണ്ടെങ്കിൽ അതും കൂടെ ശുദ്ധീകരിക്കണ്ടേ. അതുകൊണ്ട് അവസാന കാലത്ത് കുറച്ച് ദിവസം കിടന്നോളാൻ പറയും ഗുരുവായൂർ. കാരണം ഇത് തീർത്തിട്ട് പോകുക നല്ലത്. ഇല്ലെങ്കിൽ ബാക്കി വെച്ചാൽ പിന്നെ അത് അനുഭവിക്കണം. അപ്പോൾ അതുകൊണ്ട് അനുഭവിച്ചോളാൻ പറയും. നിങ്ങൾ ചെയ്ത താൻ ചെയ്തിരുന്ന കർമ്മത്തിൻ്റെ ഫലം താൻ അനുഭവിച്ചേ മതിയാകും. അപ്പോൾ അഥവാ അങ്ങനെ കിടക്കേണ്ടി വന്നാൽ ഇതൊരു പാപഭാരമായിട്ടേക്കരുത്, നമ്മുടെ ശുദ്ധീകരണമാണ് നടക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാനെ പിടുത്തം വിടരുത്.
നമുക്ക് നാമം ജപിക്കാൻ സാധിക്കില്ലെങ്കിൽ ആരെങ്കിലും ഇരുന്ന് ജപിച്ചോട്ടെ, ജപിക്കുന്ന കേൾക്കൂ ആ സമയത്ത്. പക്ഷെ നേരെ മരണഭയം കാരണം എന്നെ കൊല്ലാനാണോ ജപിക്കണേന്നൊക്കെ ചോദിക്കണേ. ജീവിതകാലം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ ഭാഗവതം വിഷ്ണു സഹസ്രനാമൊക്കെ ജപിച്ച ആള് അടുത്തിരുന്നിട്ട് 3 മാസത്തോളം കിടന്നു. എന്നാ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ചപ്പോഴും അടുത്തിരുന്ന് നാമം ജപിക്കാൻ സമ്മതിക്കില്ല. എന്നിട്ട് ഞാൻ അടുത്ത മുറി ഇരുന്നിട്ട് സപ്താഹമൊക്കെ നടത്തി. എന്നാലും കാര്യമില്ല, തിരിച്ചു വരും. ഈ യഥാർത്ഥത്തിൽ അറിയേണ്ടത് അറിയാതിരിക്കുന്നുണ്ട് ഈ ഭയം. അറിയാനുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഭയം ഉണ്ടാകുന്നില്ല. അത് മാത്രമല്ല, എന്തെങ്കിലും ക്ലേശം അവസാനത്തെ കാലത്ത് വന്നാൽ അത് സന്തോഷം. 50% വിൽപ്പർ. നിങ്ങളിപ്പോൾ ക്യാൻസർ വന്ന് മരിക്കുകയാണെങ്കിലും വേണ്ടില്ല, അത് നിങ്ങളുടെ യോഗമാണ്. ശരീരം എന്തെങ്കിലും ജീർണിച്ച് പോയേ പറ്റൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവൻ ഈ ക്യാൻസർ ഒന്നും പിടിക്കില്ല. മനസ്സിനോ അന്ധകരണത്തിനോ ബുദ്ധിക്കോ, അന്ധകരണം എന്ന് പറയുന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരത്തിന് ഒരു കാരണവശാലും ഈ ക്യാൻസർ ഒന്നും ബാധകമല്ല. അതിന് മരണമേ ഇല്ല. അത് ജീവനോടൊപ്പം പോവും, അതേപടി തിരിച്ചു വരും. അതൊന്നും സംശയലേശം ഇല്ലാതെ ഉറപ്പിച്ചാൽ മതി. ഈ മരണഭയം 50% നമ്മൾ ഈ സംശയത്തിൽ നിന്നാണ് ഭയം ഉണ്ടാകുന്നത്. ആ ഭയം ഒഴിവാക്കണം. നിർഭയത്വം ഭക്തിയുടെ ഗുണമാണ്. ഏറ്റവും ദൈവാധീനത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠത നിർഭയത്വം. നമുക്കിനി ഏതെങ്കിലും വന്നിട്ട് കേടുവന്ന് പോയാലും വേണ്ടില്ല, പുതിയ സാധനം ഭഗവാൻ നൽകും. പിന്നെന്താ, റീപ്ലേസ്മെന്റ് ആണ്. നമ്മളിപ്പോ എന്ത് കാര്യം കിട്ടാലും ഒക്കെ ഡിസ്പോസിബിൾ അല്ലേ, റീപ്ലേസ്മെന്റ് ആണ് അല്ലേ. അത് റിപ്പയർ ചെയ്യാൻ പോകണ്ടെന്ന്. അപ്പൊ ഇലക്ട്രോണിക്കുകാരോട് എന്തെങ്കിലും മെഷീൻ കേട് വന്നാൽ നിങ്ങളത് മാറ്റി മേടിച്ചോളൂ, എന്തിനാ അത് റിപ്പയർ ചെയ്യാൻ നടക്കണേലേക്ക് എന്ന് പറഞ്ഞ പോലെ ഈ സിസ്റ്റം ഭഗവാൻ പണ്ടേ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജാതസ്യക്ക് ഈ ശ്ലോകം ഓർത്തിരുന്നോണം. ജാതസ്യക്ക് ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ തസ്മാത് അപരിഹാരാത്തേന ത്വം ശോചിതമർഹസി. എത്ര വലിയ ശ്രേഷ്ഠതയുണ്ട്. ഞാനായാൽ പോലും ഈ ശരീരം പോകാൻ തീരുമാനിച്ചാൽ, അതിന് ജീർണത വന്നാൽ, അതിനെന്തെങ്കിലും വന്നിട്ട് അത് ഉപേക്ഷിച്ചേ പറ്റൂ. അതിനെ രക്ഷിക്കാൻ അപരിഹാരാർത്ഥം നിങ്ങൾ ഒരു വഴിപാട് കഴിച്ചിട്ടും, ജോർസിനെ പോയി കണ്ടിട്ടും, തിലഹോമം നടത്തിയിട്ടും, മൃത്യുഞ്ജയ ഹോമം കഴിച്ചിട്ടും ഒരു കാര്യമില്ല. നിങ്ങളുടെ ശരീരം പോകേണ്ട സമയത്ത് പോകും. പോവുക നല്ലത്. പിന്നെയും കടന്നാൽ എന്താ കുഴപ്പം? എങ്ങാനും നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് മൃത്യുവിനെ ജയിക്കാൻ തീരുമാനിച്ചാലും മൃത്യുവിനെ ഒരിക്കലും ജയിക്കാൻ സാധ്യമല്ല. തൽക്കാലത്തേക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി വെക്കാം, പിന്നെ ഇത് തന്നെ അനുഭവിക്കണം. അപ്പൊ റിപ്പയർ ചെയ്തുകൊണ്ട് നിലനിർത്താൻ ശ്രമിക്കേണ്ടെന്ന് ഞാൻ പറയാം. റിപ്പയർ ചെയ്താലും അത് കൊണ്ടു കിടക്കാം, പിന്നെ ഇരട്ടിപ്പാടാ. അതിലും നല്ല എന്താ, ഇത് പോകുന്ന പോലെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചാലോ, പുതിയത് കിട്ടും, ഒരു കംപ്ലൈന്റും ഇല്ലാത്തത് കിട്ടും. അപ്പൊ പുതിയത് കിട്ടുന്നതാണോ നല്ലത്, പഴയത് റിപ്പയർ ചെയ്തുകൊണ്ട് കിടക്കുന്നതാണ്? ആ ഒരു ധൈര്യം കിട്ടണമെങ്കിലേ നിങ്ങളുടെ വാസനാബലം മയ്യി ആസക്ത മനാപാർത്ഥ, ഭഗവാനിൽ ആസക്തി വെക്കണം, അതിൽ ഉറച്ചു നിൽക്കണം. എന്ത് ചിന്തിച്ചാലും, എന്ത് പറഞ്ഞാലും, എന്ത് പ്രവർത്തിച്ചാലും ഭഗവാനിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ജനിച്ചാൽ നമുക്ക് അനങ്ങാതിരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുള്ളൂ. എത്കരോഷി സ്നാസി എച്ചുകോഷി ദദാസി. അടുത്ത അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ഭഗവാൻ ഇത് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് ചിന്തിച്ചാലും, എന്ത് പറഞ്ഞാലും, എന്ത് പ്രവർത്തിച്ചാലും എന്നെ സ്മരിക്കൂ. അത് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധജ എന്ന് പറഞ്ഞേക്കണം. അയ്യർപ്പിത മനോബുദ്ധൻ മാമേ വൈശസ്യ സംശയം. ഇത് ഭൗതിക തലത്തിൽ ഒരു യുദ്ധത്തിനല്ല പറയുന്നത്. നമുക്ക് ഈ അഭ്യാസവും വൈരാഗ്യവും ഒക്കെ സുദൃഢമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൗതികതയോട്, ആസുരി സമ്പത്ത് നശിക്കുന്നതിനോട് യുദ്ധം തന്നെ ചെയ്യണം.
ഈ നശിക്കുന്നതായ ശരീരത്തെ വിടാൻ ഭയമില്ലാതെ അതിനെ ജീർണിപ്പിച്ച് അതിനെ നശിപ്പിക്കാൻ തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു യുദ്ധം തന്നെ ചെയ്യണം. എങ്കിലേ ഈ ശരീരം കൊണ്ട് എന്തായാലും ഭഗവാന്റെ അടുത്തേക്ക് കേട്ടില്ല. അപ്പൊ ഈ ശരീരം കൊണ്ട് പോകാൻ സാധ്യമല്ല. അതിനെ കളഞ്ഞോളൂ. ശ്രീരാമനെ കണ്ടിട്ട് അനുഗ്രഹം വാങ്ങി അദ്ദേഹത്തിന് പ്രസാദം കൊടുത്ത് താൻ കഴിച്ചതിന്റെ ബാക്കി കൊടുത്തിട്ട് പ്രസാദിപ്പിച്ച് ആ ശരീരം അഗ്നിക്കിരയാക്കുക ചെയ്ത് ശബരി ചെയ്തത്. എന്ന് വെച്ചിട്ട് നിങ്ങൾ പോയിട്ട് അഗ്നിയിൽ പോയി ചാടാനല്ല പറഞ്ഞത്. മനസ്സിലായി? ഇനി തിരുമേനി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാളെ പോയിട്ട് ആത്മഹത്യ ചെയ്യുമൊന്നും വേണ്ട. ആത്മഹത്യ എന്ന് പറയുന്നത് തെറ്റാ. ആത്മാവിനെ ഒരിക്കലും ഹത്യ ചെയ്യാൻ സാധ്യമല്ല. അഥവാ ചെയ്താൽ, അങ്ങനെ നിങ്ങൾ മനഃപൂർവ്വം നശിപ്പിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കർമ്മം ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ വീണ്ടും വരേണ്ടി വരും. ശബരിക്കൊക്കെ കർമ്മം ബാക്കിയില്ല എന്ന്. അതുകൊണ്ടാണ് ഭഗവാനെ നേരിട്ട് കാണാനൊക്കെ സാധിച്ചു. പാപരാഗത്യം പൂർണ്ണമായിട്ട് വന്നയാളാണ്. എന്നിട്ട് വീണ്ടും ജനിക്കില്ല. അത് ഭഗവാൻ അവിടെ അനുഗ്രഹിക്കുകയാണല്ലോ ചെയ്തത്. എന്നാ അങ്ങനെ ചെയ്യേണ്ടെന്ന് ഭഗവാൻ പറഞ്ഞില്ല. കാരണം അവിടെ കർമ്മം തീർന്നു. ശബരിയുടെ വീണ്ടും ഒരു ശരീരം എടുത്ത് വരേണ്ടതായിട്ടില്ല എന്ന് ഭഗവാൻ നന്നായിട്ട് അറിയാം. ഭഗവാനിലേക്ക് തന്നെ ചേരുന്നു. അതാണ് ആത്മാവ് ഭഗവാനിലേക്ക് ചേർന്ന് ഈ ശരീരത്തെയാണ് കത്തിച്ചു കളഞ്ഞത്, അല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധജ മയ്യർപ്പിത മനോബുദ്ധൻ മാമേ വൈശത്തെ സംശയം. തസ്മാ സർവേഷു കാലേഷു, അതുകൊണ്ട് എല്ലാ കാലങ്ങളിലും മാം അനുസ്മര യുദ്ധജ, എന്നെ സ്മരിക്കുക, യുദ്ധവും ചെയ്യുക. യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാന്നർത്ഥം. ഇതൊക്കെയാണ് തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുത്തുന്നത്. ഭഗവാനെ നിത്യമായിട്ട് സ്മരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു യുദ്ധം ചെയ്യാനാ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പോയി യുദ്ധം ചെയ്യാൻ, മറ്റുള്ളവരെ കൊല്ലും പിടിക്കലും വെറുതെ പോയിട്ട് വഴക്കുണ്ടാക്കാനല്ല പറഞ്ഞത്. മഹാഭാരത യുദ്ധം ചെയ്യാൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യുക, കാണുന്നവരെയൊക്കെ തല്ലാൻ ശ്രമിക്കുക, കൊല്ലാൻ ശ്രമിക്കുക. ഇത് അർജുനന്റെ ഡ്യൂട്ടിയാ. അർജുനൻ എന്തിനാണോ യുദ്ധക്കളത്തിലാണ് പോയി നിൽക്കുന്നത്, അത് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പദം അവിടെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത് തസ്മാ സർവേഷു കാലേഷു മാം അനുസ്മര യുദ്ധജ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വധർമ്മം, കർമ്മത്തെ ചെയ്യുക. ശരീരം കൊണ്ട് ചെയ്യേണ്ട കർമ്മത്തെ കൃത്യമായിട്ട് ചെയ്യുക. സ്വധർമ്മം ച, എന്താണോ നമ്മുടെ ധർമ്മം അത് ചെയ്യുക എന്നർത്ഥം. ആ ചെയ്യുമ്പോൾ യത്കരോഷി യസ്നാശി, എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും അതൊക്കെ ഭഗവാനെ എല്ലാ കാലത്തും സ്മരിച്ചുകൊണ്ട് ചെയ്യണം. നിങ്ങൾ അടിച്ചു വാരിയാലും ഭക്ഷണം ഉണ്ടാക്കിയാലും ഇറച്ചി വെട്ടിയാലും എന്ത് ചെയ്താലും വേണ്ടില്ല, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യണം. ഐ അർപ്പിത മനോബുദ്ധി, മൈ അർപ്പിത മനോബുദ്ധി, എന്നിൽ അർപ്പിതമായിരിക്കുന്ന മനസ്സോടും ബുദ്ധിയോടും കൂടി മാം ഏവ ഏഷസി, എന്നെ തന്നെ പ്രാപിക്കും. അസംശയം, സംശയമില്ല. അങ്ങനെയാണ് നിങ്ങൾ ഇനിയുള്ള കാലം ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഭഗവാനിൽ പ്രാപിക്കും, യാതൊരു സംശയം. നിങ്ങളുടെ നിരന്തര ചിന്ത എന്താണോ അതായിരിക്കും ബലപ്പെടുക, അതായിരിക്കും അവസാനത്തെ ചിന്തയും. അത് ഭഗവാനിൽ ആസക്തി വെച്ച് ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും, അടിച്ചു വാരിയിലും വേണ്ടില്ല, എന്തൊക്കെ ചെയ്താലും, വീട്ടിലെ പണി ആയിക്കോട്ടെ, പുറത്തെ പണി ആയിക്കോട്ടെ, ഓഫീസിലെ പണി ആയിക്കോട്ടെ, എന്തൊക്കെ നിങ്ങൾ ചിന്തിക്കുകയോ പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്താലും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അതെല്ലാം ഭഗവാനുള്ള അർപ്പണമായിക്കൊണ്ട് ചെയ്യാം. ഞാൻ കേവലം നിമിത്തമാണ്. എല്ലാ കർമ്മങ്ങളും ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു സമർപ്പണ ബുദ്ധി ഉണ്ടാക്കിയെടുക്കണം. അതാണ് ശരിക്കും ശരണാഗതിയുടെ ഉദ്ദേശ ലക്ഷ്യം. എന്ത് ചിന്തിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവർത്തിച്ചാലും എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും എല്ലാം ഭഗവാനുള്ള സമർപ്പണമായിക്കൊണ്ട് ചെയ്യണം. അതാണ് ശങ്കരാചാര്യർ പറഞ്ഞത്. നിങ്ങൾ കുളിക്കുന്നതൊക്കെ ഗംഗാ തീർത്ഥത്തിലാണ് കുളിക്കുന്നതെന്ന് വിചാരിച്ചോളുക. കുടിക്കുന്നതൊക്കെ തീർത്ഥജലമാണെന്ന് കരുതിക്കൊള്ളുക. കഴിക്കുന്നതൊക്കെ ഭഗവത് പ്രസാദമായിട്ട് കരുതുക. പണിയെടുക്കുന്നതൊക്കെ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ട് കരുതുക. കിടന്ന് വിശ്രമിക്കുകയാണെങ്കിൽ, മലന്നാണ് കിടക്കുന്നതെങ്കിൽ ആകാശത്തെ ഭഗവാനായിക്കൊണ്ട് നമിക്കുന്നതായിട്ടും, വശങ്ങളിലേക്കാണ് തിരിഞ്ഞു കിടക്കുന്നതെങ്കിൽ ദിക്കുകളെ നമസ്കരിക്കുന്നതായിട്ടും,
കമിഴ്ന്നാണ് കിടക്കുന്നതെങ്കിൽ ഭൂമിയെ നമസ്കരിക്കുന്നതായിട്ടും, ഇങ്ങനെ എന്തൊക്കെ നമ്മൾ ഊണിലും ഉറക്കത്തിലും നടപ്പിലും വെടുപ്പിലും ഒക്കെ ഈശ്വരനെ സ്മരിക്കുന്നതാണ് യഥാർത്ഥ ഈ ആത്മബലം ഉണ്ടാകാനുള്ള വഴി. അങ്ങനെയുള്ളവർ മരണസമയത്തും അതേ ബലത്തിൽ മരിക്കുന്നതും ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ്. ഭഗവാനിലേക്കാണ് ഞാൻ പോകുന്നത്, എൻ്റെ ലക്ഷ്യം ഇനിയൊരു ശരീരപ്രാപ്തിയല്ല, ഈ ഭൗതികമായിട്ടുള്ളെല്ലാം ഞാൻ ഉപേക്ഷിച്ച് ഭഗവാനിലേക്ക് പോകുകയാണ് എന്നർപ്പിച്ചുകൊണ്ട് ശരീരം ധരിക്കണം. അപ്പോൾ ഭഗവാനിലേക്ക് തന്നെ എത്തും. നമ്മൾ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് എങ്ങോട്ടാ പോകണമെന്ന് ഇന്ന് നിരന്തരം ചിന്തിച്ചിട്ട് കിടന്നാൽ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അങ്ങോട്ടേ കെട്ടുപെറുക്കി പോവുള്ളൂ, യാതൊരു സംശയമില്ല. ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ പിന്നെ ഈ കെട്ടുപെറുക്കലൊന്നും നടക്കില്ല, ശരീരം പോലും കൊണ്ടുപോകാൻ പറ്റില്ല. അതും കൂടെ ഓർത്തിരുന്നോണം. നമ്മൾ ഭൗതികമായിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെന്ന് വിചാരിച്ചാൽ ബാഗോ കൂടെ എന്തെങ്കിലുമൊക്കെ ഭണ്ഡാരമൊക്കെ എടുത്തുകൊണ്ട് ഭാണ്ഡമൊക്കെ ചുമന്നുകൊണ്ടായിരിക്കും പോവുക. പക്ഷെ ഭഗവാന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഈ ശരീരം പോലും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ കയ്യിലൊന്നും കരുതരുത് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാ. കയ്യിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഈ ശരീരം പോലും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ എങ്ങനെ? എന്നാൽ ജീവൻ പോകുമ്പോൾ മനസ്സും ബുദ്ധിയും അഹംബോധവും ഇന്ദ്രിയ ശക്തികളും ചേർന്നിട്ടാണ് ജീവനെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വലിച്ചുകൊണ്ട് പോകുന്നത്. അത് ഇന്ദ്രിയ മനോബുദ്ധികളും ആ ശക്തിയും നിങ്ങൾ ഭഗവാനിൽ അർപ്പിതമാണെങ്കിൽ, ആ ബലത്തിലാണ് പോകുന്നതെങ്കിൽ ഈ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയം വലിച്ചുകൊണ്ട് പോകുന്ന, ജീവനെ വലിച്ചുകൊണ്ട് പോകുന്നത് ഭഗവാനിലേക്ക് തന്നെയായിരിക്കും. അല്ല മറ്റേതെങ്കിലും ഭൗതിക വിഷയങ്ങളിലാണ് നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതെങ്കിൽ അത് അനുഭവിക്കാൻ തക്കവണ്ണമുള്ള ശരീരത്തിലേക്ക് ഉണ്ടാക്കും. ഓപ്ഷൻ നമ്മുടെ അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും എന്നെ തന്നെ സ്മരിക്കുക, അവരവരുടെ കർമ്മവും ചെയ്യുക. നീ എന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സും ബുദ്ധിയുള്ളവനാകയാൽ നീ എന്നെ തന്നെ പ്രാപിക്കും, സംശയം വേണ്ട. ഇവിടെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞത് സ്വധർമ്മം അനുഷ്ഠിക്കുക എന്ന അർത്ഥത്തിലാണ് എല്ലാവരും എടുക്കേണ്ടത് എന്ന് ശങ്കരാചാര്യൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ യുദ്ധം ചെയ്യും, ഇതേ കാര്യം തന്നെ ഖുറാനിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരത് ആയുധെടുത്തു, അത് പ്രശ്നമായി. ബാക്കിയുള്ളവരെ മുഴുവൻ ഇതര മതസ്ഥരോടൊക്കെ അവരോട് അല്ല, മതം അനുസരിച്ചിട്ട് മറ്റുള്ള മനുഷ്യരെ കൊല്ലാനൊന്നും അല്ല പറഞ്ഞത്, നമ്മളിലുള്ള വികാര വിചാരങ്ങളെ കൊല്ലാനാണ് പറഞ്ഞത്. അതിനോട് യുദ്ധം ചെയ്യേണ്ടത്. നമ്മൾ ഈ ആസുരീ സമ്പത്താണ് ഏറ്റവും പറഞ്ഞില്ലേ, ഈ മായ എന്ന് പറയുന്നത് നിഴല് പോലെ ഉണ്ടാകും. ആ മായ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ആസുരീ സമ്പത്തിലാണ്, ഭൗതിക ഭോഗസുഖങ്ങളിലാണ്. ഇതിൽ ഏതെങ്കിലും ഇടയ്ക്ക് കയറി പിടിച്ചാൽ മതി, നഷ്ടവും മോഹസ്മിതിലെത്താന്ന നഷ്ടപ്പെടും, യഥാർത്ഥ ജ്ഞാനം നഷ്ടപ്പെടും, നിങ്ങൾ ഭൗതികതയുടെ പിന്നാലെ പോകും. അതിനോടാണ് യുദ്ധം ചെയ്യേണ്ടത്, അതിനോടാണ് വേലി കെട്ടി തടഞ്ഞു നിർത്തേണ്ടത്. അതും എളുപ്പം സാധിക്കില്ല. അഭ്യാസേനത് കൗന്ദേയ വൈരാഗ്യേണത, വിരക്തി ഉണ്ടാക്കണം ഈ ഭൗതികതയുടെ. അത് ശരീരം പോലും ഒരു തടസ്സമാണ്. കാരണം എന്താ, ഈ ശരീരത്തിലാണല്ലോ ഇന്ദ്രിയ മനോബുദ്ധികൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ മായ കയറി പിടിക്കുന്നത് ഈ ശരീരത്തിലെ ഇന്ദ്രിയ മനോബുദ്ധികളില. അതുകൊണ്ട് ശരീരം വരെ അതിൽ ബന്ധിക്കപ്പെടും എന്നർത്ഥം. ആ ബന്ധം നീണ്ടുപോയാൽ ഈ ശരീരം എന്തായാലും ഈ ജന്മത്തിൽ കിട്ടിയിരിക്കുന്നത് ശാശ്വതമായിട്ട് സനാതനമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ആസുരി സമ്പത്താണ്, പ്രേയസ്സാണ്. അതിൻ്റെ സമയം കഴിഞ്ഞാൽ അത് വീണു പോകും. വീണു പോയാലും ഏതൊരു ബലത്തിലാണോ നിങ്ങളുടെ ഇന്ദ്രിയ മനോബുദ്ധികൾ നിൽക്കുന്നത്, അതേ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ശരീരം കിട്ടും. നിങ്ങൾക്ക് സ്ഥലകാല ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അതേ സ്ഥലത്ത് അതേ ഗ്രഹത്തിൽ വന്ന് വീണ്ടും ജനിക്കും. നമ്മൾ കുടുംബ ബന്ധങ്ങളിൽ നക്ഷത്രബന്ധവും രക്തബന്ധവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിൽ ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്നതുകൊണ്ട് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലോ പറച്ചിലോ കടം വാക്കുകൊണ്ട് കടമോ പ്രവൃത്തി കൊണ്ട് കടമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കടമ ബാക്കിയുണ്ടെങ്കിലും കടം ബാക്കിയുണ്ടെങ്കിലും ഒക്കെ
പരസ്പരം തീർക്കാൻ വേണ്ടിയിട്ട് അതേ ഗ്രഹത്തിൽ വന്നിട്ട് വന്ന് ജനിക്കും. ഭാര്യ ഭർത്താവാകും, ഭർത്താവ് ഭാര്യയാകും, മക്കള് മകൻ മകളാകും, മകള് മകനാകും, നമ്മൾ പേരക്കുട്ടിയായിട്ട് വരും. ഇങ്ങനെ ഈ ചക്രത്തിൽ തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന അർത്ഥം. അപ്പം ആത്മാവ് ഒന്ന് തന്നെ ആയിരിക്കും, പക്ഷെ ശരീരം ഇങ്ങനെ മാറും. ഒരേ ശരീരം കെട്ടിക്കൊള്ള നിർബന്ധമില്ല. നമ്മൾ എന്തിലാണോ ബലം കൂടുന്നത് അതനുസരിച്ചായിരിക്കും. എന്തിലാണോ ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത്, പിന്നെ ആ ശരീരം പറ്റില്ല. ഇതിനിടയ്ക്ക് ചിലർ ഇരുന്നുകൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആഘോഷിക്കില്ല, ഒരു പക്ഷി പറന്ന് നടക്കണോ, ആ വല്ല പക്ഷിയായിട്ട് ജനിച്ചാൽ മതി. ആ ബലത്തിൽ പോയാൽ നിങ്ങൾ പക്ഷിയായിട്ട് ജനിക്കെടുത്തോണം. നിങ്ങൾ എന്താണോ സദാ തദ്ഭാവഭാവിതാക്കുക, ഏതാണോ നിരന്തര ചിന്തയിൽ ബലം വരുന്നത് അതായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് എല്ലാ കാലത്തും ഭഗവാനെ തന്നെ സ്മരിക്കൂ. അവരവരുടെ കർമ്മം എന്താണോ അതും ചെയ്യൂ. ആ കർമ്മവും ഭഗവാനുള്ള അർപ്പണ ബുദ്ധിയോടെ ചെയ്യുക. ഇവിടെ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് സ്വധർമ്മം നിധനം ചെയ്യുക എന്ന് പറഞ്ഞത് ഓർത്തിരിക്കണം. സ്വധർമ്മത്തെ അനുഷ്ഠിക്കണം. ആ ഭഗവാനെ ഭജിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് സ്വധർമ്മം ചെയ്യാതിരിക്കാനും പാടില്ല. അവരവർ ചെയ്യേണ്ട കർത്തവ്യ കർമ്മങ്ങളൊക്കെ ചെയ്തോളണം. ഞാനിനിയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും നടക്കില്ല എന്നർത്ഥം. അപ്പൊ പിന്നെ കർമ്മം ബാക്കിയാവും. അഭ്യാസ യോഗയുക്തേന ചേതസാ നാന്യകാമന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. അഭ്യാസയോഗേന യോഗയുക്തേന അഭ്യാസയോഗയുക്തേന ചേതസാ നാന്യകാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. ഹേ പാർത്ഥ, അല്ലയോ അർജുന, അഭ്യാസയോഗയുക്തേന പരിശീലനത്താൽ ആർജിച്ച ഏകാഗ്രതയോടെ. അപ്പൊ ഇവിടെയാണ് നിത്യനൈമിത്യ കർമ്മത്തിൽ ഈ അഭ്യാസം വേണമെന്ന് പറഞ്ഞത്. പരിശീലനം എന്ന് പറഞ്ഞാൽ അഭ്യാസം. യോഗയുക്തേന നമ്മുടെ ശരീര മനോബുദ്ധികളെ യോജിപ്പിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാനും. അതിനുള്ള പരിശീലനം ആർജിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നിത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ തന്നെ ബലം വരും, മനോബലം വരും. അതുകൊണ്ടാണ് നമ്മൾ നിത്യം ആവർത്തിച്ചൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത സ്വഭാവമായിട്ട് വരില്ലോ. ഭൗതിക കാര്യത്തിൽ പോലും നമ്മൾ ചെറുപ്പം പോലെ ശീലിച്ചിരിക്കുന്ന ചില ശീലങ്ങള് മരണക്കിടക്കെ വരെ ഉപേക്ഷിക്കില്ല. എനിക്ക് ഇങ്ങനെ ആയാലേ പറ്റുള്ളൂ എന്ന് പറയും, അല്ലേ? ആ ഒരു ശീലം ഭഗവാനുമായിട്ട് ഉണ്ടാക്കൂ. ഭഗവാനോട് മയ്യാസക്ത മനാപാർത്ഥ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാ. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ ഒരു ശീലം ഉണ്ടാക്കണം. അതിനെയാണ് അഭ്യാസ യോഗയുക്തേന എന്ന് പറഞ്ഞത്. അത് നിരന്തരമായ ശ്രമം ഉണ്ടായിരിക്കണം. തുടരെ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. വല്ലപ്പോഴും ഒരിക്കൽ ചെയ്താൽ കിട്ടില്ല. ചടങ്ങെന്ന നിലയിൽ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിലും കാര്യമില്ല. നമ്മൾ താല്പര്യത്തോടു കൂടി ചെയ്യുന്നതിലേ നമുക്ക് വാസനാബലം ഉണ്ടാവുള്ളൂ. പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ. പരിശീലനത്താൽ തുടരെയുള്ള പരിശീലനത്താൽ ആർജിച്ച ഏകാഗ്രതയോടെ നാന്യകാമിന ചേതസ, മറ്റ് വിഷയങ്ങളിലേക്ക് പോകാത്ത മനസ്സുകൊണ്ട് അനുചിന്തയാൻ നിരന്തരമായിട്ട് ധ്യാനിക്കുന്നവൻ. അവിടെ ധ്യാനം ശീലിക്കണം എന്ന് ഉറപ്പിച്ചോളൂ. ദിവ്യം പരമം പുരുഷം യാതി, പ്രകാശ സ്വരൂപനായിരിക്കുന്ന പരമപുരുഷനെ പ്രാപിക്കുന്നു. അല്ലയോ അർജുന, പരിശീലന ബലത്താൽ കൈവരിച്ച ഏകാഗ്രതയോടെ അന്യവിഷയങ്ങളിലേക്ക് പോകാത്ത മനസ്സ് കൊണ്ട് നിരന്തരമായിട്ട് ധ്യാനിക്കുന്നവൻ പ്രകാശ സ്വരൂപനായിരിക്കുന്ന പരമപുരുഷനെ പ്രാപിക്കും. എന്തിനാ നിരന്തരം ചിന്തിക്കേണ്ടത്? എന്തിനാണ് ധ്യാനിക്കേണ്ടത്? 6-ാം അധ്യായം 35-ാമത്തെ ശ്ലോകത്തിൽ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും മനസ്സംയമനം സാധിക്കാമെന്ന് ഭഗവാൻ പറഞ്ഞത് ഇവിടെ സ്മരിക്കണം. അങ്ങനെയുള്ള ഏകാഗ്രത ധ്യാനത്തിന് അത്യന്താപേക്ഷിതമാണെന്നും കൂടെ സൂചിപ്പിച്ചോണം. അപ്പൊ ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തണമെങ്കിൽ ധ്യാന പരിശീലനം കൂടെ വേണം. അഭ്യാസ യോഗയുക്തേന ചേതസാ നാന്യകാമിന പരമം പുരുഷം എന്ന് ഭഗവാൻ പറഞ്ഞത്. അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യത്തെ. ഇതാണ് 35-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്.
ഈ അഭ്യാസം സാധിക്കാത്തവന്, അഭ്യാസം ചെയ്യാത്തവന് ഈ ഏകാഗ്രത കിട്ടൂല, അവന് ഈ യോഗം പ്രാപ്യവുമല്ല എന്ന് പറഞ്ഞു. അതാണ് 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ധ്യാന യോഗം ശീലിക്കണം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു അവസ്ഥ ഉണ്ടാക്കാനാണ് വലിയ വിഷമം. കാരണം എന്താ, നമുക്ക് എന്തെങ്കിലും ബാക്കിയൊക്കെ ആയുരാരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ നിങ്ങൾ അഭ്യസിച്ച് കുറേയൊക്കെ ശീലമൊക്കെ ഉണ്ടാക്കി വയ്ക്കും. എന്തെങ്കിലും അസുഖം വന്ന് മരണക്കിടക്കയിലായാലാണ് അവിടെയാണ് ഗതി മാറുക. ഒന്നാമത്തെ കാര്യം, ശരീരം കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ജപവും തപവും ധ്യാനവും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും അസുഖം നമ്മുടെ കൂടെയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോയിട്ട് ആശുപത്രി കൊണ്ടാക്കും. ആർക്കും ധൈര്യമൊന്നുമില്ല. അവരുടെ ഭാരം തീർക്കാൻ എന്താ എളുപ്പം, അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുകൊടുക്കുക. അവർ പറയുന്ന പൈസയൊക്കെ അടയ്ക്കാനും, ഇല്ലാത്തതുണ്ടെങ്കിൽ കടം മേടിച്ചിട്ടോ പണയം വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ വിധത്തിൽ അതൊക്കെ നോക്കുള്ളൂ അവർ. ഒരമ്മയെ കൊണ്ടുവന്നേ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഹാർട്ടിന് പ്രശ്നമായിരുന്നു. ആൻജിയോഗ്രാമൊക്കെ ചെയ്തു. അതിന് ടോട്ടലി കുറച്ച് ദിവസം ആശുപത്രിയിലൊക്കെ കിടന്ന് 2 ലക്ഷം രൂപ മറ്റേ ആയി. എന്നിട്ട് കൂടെ നിന്നവർ വരെ ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ വരുന്നില്ല. എന്താ ബില്ല് എത്രയായി? 2-2.5 ലക്ഷം രൂപയായി. ഉണ്ടാക്കിയ ആൾ വരും, അന്വേഷണത്തിലില്ല. സ്റ്റാൻഡ് ബൈയും ആളില്ലാതെ അവസാന ദിവസം. ആശുപത്രിക്കാരിപ്പോൾ എന്ത് ചെയ്യും? ബില്ലടയ്ക്കാതെ ഡിസ്ചാർജ് ചെയ്യില്ല എന്ന് അവർ പറയുകയും ചെയ്തു. അതുകൊണ്ട് അവർ പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോയത്. ആരും തിരിച്ചു വന്നില്ല. ഈ അമ്മയുടെ ഗതി എന്തായി? എന്താ ജീവിതത്തിൻ്റെ തിരിച്ച് ആൻജിയോഗ്രാമൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് എന്താ, ബ്ലോക്കൊക്കെ മാറ്റിയെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എന്താ പ്രയോജനം ഉണ്ടായേ? അന്നേരത്തെ എന്താ പറഞ്ഞ, ഇൻസ്പിറേഷനോ ഇല്ലേ ആവേശത്തിനോ ഇതൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീടുള്ള കർമ്മത്തിൻ്റെ ഗതി മാറി. ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ 2-2.5 ലക്ഷം രൂപ അടച്ചാലേ ഡിസ്ചാർജ് വലിയ കിട്ടുള്ളൂ എന്ന് വന്നു കഴിഞ്ഞപ്പോൾ പൈസ ഉണ്ടാക്കാനാന്ന് പറഞ്ഞുകൊണ്ട് മക്കളോ ആരോ കൂടെ ഉണ്ടായിരുന്നവർ പോയിട്ട് തിരിച്ച് വഴിക്കേ വന്നിട്ടില്ല. 1 ദിവസമായി, 2 ദിവസമായി. ആശുപത്രിക്കാരിങ്ങനെ ഇരിക്കുക. അപ്പം എത്ര ദിവസമാകുന്നു അത്രയും കൂടെ റൂമിൻ്റെ വാടകയും അവരവിടെ കിടത്തിയിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം കൂടെ നോക്കണ്ടേ അവർ. ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിനിടവരുത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുക. മനസ്സിലായില്ലേ? ഉള്ളതൊക്കെ മക്കൾക്കൊക്കെ എഴുതി കൊടുത്തിട്ടിരിക്കുന്നവരുടെ ഗതി ഇതുപോലെയൊക്കെ ആയിപ്പോവും അല്ലേ? നമ്മുടെ കയ്യിലുള്ള പൈസ തന്നെ ചിലപ്പം അവകാശവും ഒക്കെ എഴുതി കൊടുത്തിട്ടിരുന്നാൽ പിന്നെ അവസാനം അധോഗതിയാവും. അതും കൂടെ ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് ഈസി ആയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള വഴി ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിലൊന്ന് ഉറച്ചു കിട്ടിയാൽ മതി. അതിന് അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഈ ഭൗതികതയോടുള്ളൊക്കെ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരക്തി ഉണ്ടാകുക തന്നെ വേണം. അല്ലാതെ വെറുതെ പറച്ചിൽ കൊണ്ടായില്ല. പറയാൻ എളുപ്പമാണ്, കേൾക്കാനും എളുപ്പമാണ്. പക്ഷെ അത് പ്രാക്ടിക്കലി അത് ഉൾക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുന്നവരെ, ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നവരിൽ വിരലിലെണ്ണാവുന്നവരെന്നാണ് ഭഗവാൻ പറഞ്ഞേക്കണേ. കലിയുഗത്തിൽ കുറച്ചുകൂടെ വിഷമമാണ്. നമുക്ക് എന്തെങ്കിലും അസുഖം എന്ന് പറഞ്ഞാൽ ഒപ്പം കൊണ്ടുപോയി നമുക്കും ടെൻഷൻ വരും. എന്നിട്ട് അവിടെ ചെന്നാലോ ഡോക്ടർമാർ നമ്മളെ സമാധാനിപ്പിക്കുകയോ ആശ്വസിപ്പിക്കുകയൊന്നുമല്ല. എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് നമ്മളെ പിഴിയും, കൂടെ ഉള്ളവരെയും പിഴിയും, രക്തം ഊറ്റി കുടിക്കും. അതിലും ഭേദം മരിക്കുക. യക്ഷികളൊക്കെ പിടിച്ചാൽ രക്തം ഊറ്റി കടിച്ചാൽ അപ്പം കൊല്ലുക. അത് കുറേ എളുപ്പമാണെന്ന് ഞാൻ പറയണേ. അതിലും വലിയ ബാധയൊക്കെയാണ് ഈ ആശുപത്രിയിലുള്ളത്. കൊല്ലാതെ കൊല്ലും. മരിച്ചു കഴിഞ്ഞാൽ അവരെ മരിച്ചു എന്ന് സമ്മതിക്കില്ല.
കാരണം ആ ശവം വെച്ചിട്ടും കൂടെ കാശ്, വെന്റിലേറ്റർ കിടത്തിയിട്ട് അതിനും കൂടെ കാശുണ്ടാക്കും. എത്ര 24 മണിക്കൂർ കിടത്തിയാൽ അത്രയായില്ല. അല്ലാതെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന പോലെ മറ്റ് വന്യമൃഗങ്ങൾ പോലും ഇതുപോലെ പിഴിഞ്ഞ് നമ്മളെ കൊല്ലാതെ കൊല്ലില്ല, അല്ലേ? കടുവയുടെ മുമ്പിൽ പോയിട്ടാലും പാമ്പിൻ്റെ മുമ്പിൽ പോയിട്ടാലും അതൊരൊറ്റ കടി കൊണ്ട് തീർക്കും, അല്ലേ? അതിലും വലിയ മനുഷ്യധാമന്മാരാണ് നമ്മളെ ഇന്ന് ഭരിക്കുന്നത്, കൊണ്ടു നടക്കുന്നത്. പേടിപ്പിച്ച് കൊല്ലും നിങ്ങളെ. 50% വിൽ പവർ നഷ്ടപ്പെടുത്തുന്നത് ഇന്നത്തെ ചികിത്സകന്മാരാണ്. പിന്നെ കാണാൻ വരുന്നവരും കൂടെ ഇൻസ്പിറേഷൻ അല്ല ഉണ്ടാക്കുക, ഡിസ്പിറേഷൻ ഉണ്ടാക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആകെ മനസ്സ് കുറച്ച് വിൽ പവറുമായിട്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ട് ഇതേ അസുഖം വന്നിട്ട് ആരൊക്കെ എവിടെയൊക്കെ മരിച്ചു, എന്തൊക്കെ ചികിത്സ ചെയ്ത് എന്നൊക്കെ അവിടെ ഇരുന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറയും. എന്നിട്ട് ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ നടക്കാൻ പോലും പറ്റാത്ത ആളോട് നിങ്ങൾ ഇന്നത്ത് പോയെടുത്ത് പോയി ചികിത്സിച്ചു, ഇന്ന ഡോക്ടറെ കണ്ടാൽ മതി, അത് കണ്ട് ഇങ്ങനെ സജഷൻസ് തരാൻ എന്താ വിഷമം? എന്നാൽ കൊണ്ടുപോയി ചികിത്സിക്കുമോ? അതൊന്നുമില്ല. കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുമോ? ഈ പറയുന്നവരെ മക്കളായാലും എൻ്റെ അഭിപ്രായം പറയുള്ളൂ, കൊണ്ടുപോകുന്നില്ല. എവിടെ കിടക്കണമെന്ന് വെച്ചാൽ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കും. നമ്മളോട് വലിയ സിമ്പതിയും ഇല്ലെങ്കിൽ ഇമോഷണലി ആക്ഷനൊക്കെ കുറച്ച് ദിവസമുള്ളൂ. കുറേ ദിവസം നിങ്ങൾ ഒരാഴ്ച കൂടുതൽ കിടന്നു നോക്കും, അപ്പം അറിയാം. പിന്നെ ആരാ ഇങ്ങനെ എത്ര ദിവസം എനിക്ക് നോക്കാൻ പറ്റുക, മറ്റെന്താ വഴിയെന്ന് ആലോചിക്കാൻ തുടങ്ങും. ഇതൊന്നും ഇല്ലാതിരിക്കണമെങ്കിലത്തെ കാര്യം അഭ്യാസ യോഗയുക്തേന ചേതസാ നാന്യകാമ്യം പരമം പുരുഷം ദിവ്യം വ്യാധി പാർത്ഥാനുചിന്തയൻ. അല്ലയോ അർജുന, പരിശീലന ബലത്താൽ കൈവരിച്ച ഏകാഗ്രതയോടെ അന്യവിഷയങ്ങളിലേക്ക് പോകാത്ത മനസ്സുകൊണ്ട് നിരന്തരമായിട്ട് എന്നെ ധ്യാനിക്കുന്ന അവര് ആ പ്രകാശ സ്വരൂപനായിരിക്കുന്ന പരമപുരുഷനെ തന്നെ പ്രാപിക്കും. അക്കാര്യത്തിൽ സംശയം വേണ്ട. അതിനെങ്ങനെ അഭ്യാസം ചെയ്യേണ്ടത്? ആ 35-6 അധ്യായത്തിന് 35 ശ്ലോകത്തിൽ പറഞ്ഞതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് പറയുകയാണ് അടുത്ത 2 ശ്ലോകത്തിലെ. കവിയും പുരാണം അനുശാസിതാരം മനോരണീയാം സ്മരത്തെ സർവസ്യ ജാതാ ചിന്ത്യരൂപം ആദിത്യവർണം തമസപരസാൽ പ്രയാണകാലേ മനസാചലേന ഭക്ത്യായുക്തോ യോഗബലേന ചൈവ ഭ്രുവോ മധ്യേ പ്രാണമാവേശ സമ്യസദം പരം പുരുഷം ഉപൈതി ദിവ്യം. പ്രാണം ഭ്രുവോ മധ്യേ, പ്രാണനെ പുരികങ്ങളുടെ നടുവിൽ അഥവാ ആജ്ഞാചക്രത്തിൽ പൊട്ടുതൊടുന്ന ഭാഗത്ത് സമ്യൈ ആവേശ വേണ്ടവണ്ണം നിർത്തിയിട്ട് കവിം പുരാണം സർവജ്ഞനും കാലാതീതനും അനുശാസിതാരം സകലത്തിൻ്റെയും നിയന്താവും അണീയാംസം സകലതിൻ്റെയും അണുവിനേക്കാൾ അണുവായവനും സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായിരിക്കുന്ന ജീവാത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. സർവസ്യദാധാരം സർവത്തിനും പരമാശ്രയമായിരിക്കുന്നു, സർവത്തിനും ആധാരമായിരിക്കുന്നതും അചിന്ത്യരൂപം ചിന്തിക്കാനാകാത്തമായിരിക്കുന്ന ഒരു ശക്തി രൂപത്തോടു കൂടിയവനും. പ്രത്യേകിച്ച് രൂപമില്ല, ചിന്തിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ അതിനൊരു രൂപമില്ല എന്നർത്ഥം. ആദിത്യവർണ്ണം സൂര്യനെ പോലെ തേജസ്സയും അതൊരു പ്രകാശ സ്വരൂപമായിട്ട് കണ്ടുകൊണ്ട് തമസ്സിനെ അതീതമായിരിക്കുന്ന, തമസ് എന്ന് പറഞ്ഞാൽ അന്ധകാരം. അന്ധകാരത്തിന് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ അവിടെ പിന്നെ അന്ധകാരത്തിൽ ഇരിക്കാൻ പറ്റില്ലോ. അപ്പൊ അന്ധകാരത്തിലേക്കല്ല പോകേണ്ടത്, തമസ്സിലേക്കല്ല പോകേണ്ടത്, പ്രകാശ സ്വരൂപനായിരിക്കുന്ന ആ ആദിത്യവർണ്ണം, ആ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ആ തേജസ്സിലേക്ക് പുരുഷം പരമാത്മാവിനെ അനുസ്മരേത് ഇടവിടാതെ സ്മരിക്കുന്നുവോ സ തം ദിവ്യം പരം ഏവം ഉപൈതി, അവൻ ആ പ്രകാശമയനായിരിക്കുന്ന പരമാത്മാവിനെ തന്നെ പ്രാപിക്കുന്നു. അപ്പൊ ഈശ്വരൻ, നമ്മുടെ ആത്മാവ് പ്രകാശ സ്വരൂപമാണ്, സൂര്യനെ പോലെ. നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ പരമാത്മാവ് ആരാണെന്ന് പ്രത്യക്ഷത്തിൽ കണ്ടാൽ മനസ്സിലാകില്ല എന്നുണ്ടെങ്കിൽ സൂര്യനെ കണ്ടോളൂ. സൂര്യനിൽ നിന്നാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്, സൂര്യനിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു എന്ന ഭാവത്തിലെത്തുക. അതുകൊണ്ടാണ് സൂര്യന്റെ കാര്യം ഇവിടെ എടുത്തു പറയുന്നത്. ആ ധ്യാനത്തിലും പറയുമ്പം ആദിത്യവർണ്ണം തമസപരസാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ?
അപ്പോൾ ആ ആത്മസ്വരൂപമായിരിക്കുന്ന ആത്മപ്രകാശം ലഭിച്ചാൽ ആദിത്യനെ പോലെ പ്രകാശിക്കുന്നവർ, ആദിത്യവജ്ഞാനം. ആ ഏറ്റവും വലിയ ഈശ്വരൻ എന്താണെന്ന് തിരിച്ചറിയുന്ന ജ്ഞാനത്തെയാണ് ആദിത്യവജ്ഞാനം എന്ന് പറയുന്നത്. ആത്മാവ് പ്രകാശ സ്വരൂപമാണ്, സൂര്യനെ പോലെ തേജസ്സാണ്. അപ്പം അതിലേക്ക് നമ്മൾ ലയിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ശരീരത്തെ ഉപേക്ഷിക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള മരണം എന്നുദ്ദേശിക്കുന്നത്. അപ്പം നിരന്തരമായിട്ട് ആ ഒരു ധ്യാനശീലം മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധി ഉറപ്പിച്ച് ചിത്തശക്തിയെ ഉണർത്താൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഭ്രൂമധ്യത്തിൽ ആ സൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മമായ ഒരു തേജസ് ബിന്ദു രൂപത്തിൽ പ്രകാശിക്കുന്നത് നമ്മൾ സ്ഥിരം ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നിത്യനൈമിത്യ കർമ്മത്തിലൂടെ അതൊരു ശീലമാക്കിയാൽ പിന്നെ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അതാണ് മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ. മനസ്സ് ഏകാഗ്രമായ മനസ്സ് അസ്ഥാനത്താവും, ബുദ്ധിയാവും. ബുദ്ധിയും അവിടെ ഉറച്ചു കഴിഞ്ഞാലോ പിന്നെ ആത്മാവ് മാത്രം പ്രകാശിച്ച് നിൽക്കും. പിന്നെ മനസ്സുമില്ല, ബുദ്ധിയില്ല, ശരീരവും ഇല്ല, ചിന്തയില്ല, ഇന്ദ്രിയങ്ങളില്ല, ഒന്നുമില്ല. അത് മാത്രം. ഏത് മാത്രം? ആത്മസ്വരൂപം മാത്രം. അങ്ങനെ നിങ്ങൾ ശരീരം അറിയാതെ ഉപേക്ഷിക്കപ്പെടും. ഉപേക്ഷിക്കപ്പെട്ടാൽ ആ ജീവശക്തി പോയി ചേരുന്നത് ആ സൂര്യനിലേക്ക് തന്നെയാണെന്ന് വിചാരിക്കുക. തേജസ്വരൂപിയായിരിക്കുന്ന ആ സൂര്യൻ തന്നെയാണ് പരമാത്മാവ് എന്ന് കരുതുക. പ്രത്യക്ഷത്തിൽ സൂര്യനെ കാണാൻ നിങ്ങൾ പ്രമാണം അന്വേഷിക്കുകയൊന്നും വേണ്ട. ആ സൂര്യനെ തന്നെ ധ്യാനിച്ചോളൂ. സൂര്യനിൽ നിന്നാണ് നമ്മളൊക്കെ ജനിച്ചിരിക്കുന്നത്, സൂര്യനിലേക്ക് തന്നെ പോകുന്നു എന്ന് സങ്കല്പിക്കുക. ആദിത്യവജ്ഞാനം എന്ന് പറയുന്നത് ആ സൂര്യസ്വരൂപമാണ്. അതുകൊണ്ടാണ് ധിയോ യോ ന പ്രചോദയാത് എന്ന് പറയുന്നത്. ആ സൂര്യന്റെ ബുദ്ധി നമ്മളിലേക്ക് ഉണ്ടായാൽ നമ്മൾ സൂര്യനിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഇവിടെ സൂര്യനെ യോഗബലത്താൽ ഏകാഗ്രത കൈവരിച്ച മനസ്സുകൊണ്ട് ഭക്തിപൂർവം എന്ന് പറഞ്ഞാൽ ഈശ്വര സ്മരണയോടുകൂടി യാതൊരാൾ മരണസമയത്ത് പ്രാണനെ ഭ്രൂമധ്യത്തിൽ ഉറപ്പിച്ച് നിർത്തിയിട്ട് സർവജ്ഞനും ഒരിക്കലും നശിക്കാത്ത സത്വവസ്തുവായിട്ട് നിലകൊള്ളുന്നവനും അതിസൂക്ഷ്മങ്ങളിൽ സൂക്ഷ്മവസ്തുവായിരിക്കുന്ന അണുവിനേക്കാൾ സൂക്ഷ്മമായതും ബിന്ദുരൂപത്തിൽ നിൽക്കുന്നതും സകലതിൻ്റെ നേതാവും ആശ്രയത്വവുമായിരിക്കുന്ന എല്ലാറ്റിൻ്റെയും സർവചരാചരങ്ങളുടെയും പരമാശ്രയമായവനും ചിന്തിച്ച അറിയാനാവാത്ത രൂപത്തോടുകൂടിയവനും സൂര്യനെ പോലെ പ്രകാശിക്കുന്നതും തേജസ്വിയും തമസ്സിനെ അഥവാ അജ്ഞാനമാകുന്ന അന്ധകാരത്തിന് അതീതവുമായിരിക്കുന്ന ആ പരമാത്മാവിനെ ഇടവിടാതെ ധ്യാനിക്കുന്നുവോ, ധാരമുറിയുന്ന ഒഴുകുന്ന എണ്ണ പോലെ നിങ്ങൾക്ക് അതിനെ ധ്യാനിക്കാൻ ചിന്തിക്കാൻ സാധിക്കുന്നുവോ, അവൻ ആരാണോ അങ്ങനെ ചിന്തിക്കുന്നത് അവൻ പ്രകാശമയമായിരിക്കുന്ന ആ പരമാത്മാവിനെ പ്രാപിക്കും. ആ പ്രാപിച്ചാൽ ശരീരത്തിന് എന്ത് സംഭവിച്ചു എന്നൊന്നും പിന്നെ ചിന്തിക്കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ആത്മനിവേദനം അഥവാ ആത്മസമർപ്പണം. ഭക്തിയുടെ 9 പടികൾ കടന്നുകൊണ്ട് ആത്മസമർപ്പണം നടത്തേണ്ട പ്രോസസ്സാണ് ഇവിടെ പറഞ്ഞത്. മരണസമയത്ത് ഇത് ആത്മബോധത്തോടു കൂടി ഇരിക്കുമ്പോഴേ ചെയ്യാൻ സാധിക്കൂ. അത് ആത്മബോധം ഉറച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ ശരീരം കൊണ്ടും ആയുരാരോഗ്യത്തോടെ ഇരിക്കണം. ശരീരത്തിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ ഇത് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ആയുരാരോഗ്യത്തോടെ തന്നെ സ്വയം ബോധത്തോടു കൂടി ഭക്തിയുടെ 8 പടികൾ കടന്ന് 9ാമത്തെ പടിയിലാണ് ഇത് സാധ്യമാകുക. അപ്പോൾ അങ്ങനെ ഒരു ഏകാഗ്രതയും ആത്മബലവും ശരീരബലവും ഒക്കെ ഉള്ള ഒരാൾക്ക് മാത്രമേ പ്രാണനെ മറ്റു 9 ദ്വാരങ്ങളിൽ ഈ 9 ദ്വാരങ്ങളിലൂടെയും പോകാൻ അനുവദിക്കാതെ പ്രാണനെ ആ ആജ്ഞാചക്രത്തിൽ സ്ഥിതം ചെയ്ത് സഹസ്രാര പത്മം വഴി ഉപേക്ഷിക്കുന്നതാണ് ആത്മസമർപ്പണം. ഇതും കൂടെ സംശയ ലേശമെന്നെ പറയാം. അതല്ല 9 ദ്വാരങ്ങളിലൂടെ ഏതെങ്കിലൂടെയാണ് പ്രാണൻ പോകുന്നതെങ്കിൽ അപ്പൊ നമ്മൾ അറിയാതെ ആയിരിക്കും പോവുക. അറിയാതെ പോകുന്നതെങ്കിൽ വീണ്ടും തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമുക്ക് ഈ സമയത്തെയും ഉത്തരായണ കാലത്ത് ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ആള് പകൽ സമയത്ത് വെളുത്ത പക്ഷത്തില് പ്രാണൻ ഉപേക്ഷിക്കുന്ന പകൽ സമയത്ത് പ്രാണൻ ഉപേക്ഷിക്കുന്നവർ തിരിച്ചു വരേണ്ടി വരില്ല എന്ന് പറഞ്ഞ എൻ്റെ ഉദ്ദേശം എന്താ? കംപ്ലീറ്റ് ബോധത്തോടെ ആയിരിക്കണം ശരീരത്തെ ഉപേക്ഷിക്കുക. അവരുടെ പ്രാണൻ പോകുന്നത് സഹസ്രാര പത്മത്തിലൂടെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് നേരെ റോക്കറ്റ് പോകുന്ന പോലെ ആ പ്രാണൻ പോയിട്ട് ഊർധമൂലത്തിൽ പോയി ചേരും.
ഒരിക്കലും തിരിച്ചു വരേണ്ടി വരില്ല. അല്ലെങ്കിൽ ഏതു ദ്വാരത്തിലൂടെ പോയാലും 1 വർഷം കൊണ്ടേ ഊർധ്വമൂലത്തിലേക്ക് എത്തൂ. പിന്നെ അടുത്ത പ്രോസസ്സ് വീണ്ടും തുടങ്ങും. ഇതിനൊക്കെ പ്രമാണം എന്താണെന്ന് ചോദിച്ചേക്കരുത്. പ്രമാണമൊന്നുമില്ല. ഇത് അനുഭവിച്ചറിയണം, അപ്പോഴേ മനസ്സിലാവും. ഗീതയിൽ പറയുന്നുണ്ട്, ഇത് ഇതേപോലെ ചെയ്യാൻ സാധിക്കുള്ളൂ, ചെയ്താലാണ് തിരിച്ചു ഇല്ലാതെ വരും. ഗീത തന്നെയാണ് ഇതിന് പ്രമാണം. ശരീരത്തിന് എന്ത് കോൺസിക്വൻസീസ് ഉണ്ടായാലും നിങ്ങൾക്ക് പ്രശ്നമല്ല. മനസ്സും ബുദ്ധിയും ഈ അഹംബോധവും മരിക്കില്ല. അതുകൊണ്ട് ആ മനസ്സിനെ അതിന് ജീവിച്ചിരിക്കുമ്പോൾ ശരീര ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ ബലം ഉണ്ടാക്കിയാൽ ശരീരത്തിന് എന്ത് ജീർണത വന്നാലും വേണ്ടില്ല, ശരീരത്തിൽ നിന്ന് പ്രാണൻ ഉപേക്ഷിക്കുന്നത് മനസ്സ് മരിക്കില്ല, ബുദ്ധി മരിക്കില്ല, അഹംബോധം മരിക്കില്ല. ഈ മൂന്നിനെയും ഒരേ സ്ഥിതിയിൽ നിർത്തിയാൽ മാത്രമേ ഭ്രൂമധ്യത്തിൽ സ്ഥിതം ചെയ്തിട്ട് സഹസാര പൻപത്തിൽ കൂടെ നിങ്ങൾ ഏത് വെന്റിലേറ്ററിൽ കിടന്നാലും ICUയിൽ കൊണ്ട് കിടത്തിയാലും ഇത് സാധിച്ചാൽ നിങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വരില്ല. ഒരു ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ അഭ്യാസം ചെയ്ത് ആ ബലത്തിലാണ് ഏത് അവസ്ഥയിലും അന്ത്യകാലത്തിൽ നിങ്ങളുടെ ശരീരം ത്യജിക്കുന്നെങ്കിൽ ആ വ്യക്തിക്ക് ആശുപത്രിയിൽ പോയി കിടന്നിട്ട് ICUയിൽ കിടന്നിട്ട് മൂക്കിലും വായിലും ട്യൂബ് കയറ്റി കിടക്കേണ്ട ഗതികേടൊന്നും വരില്ല. അല്ലാതെ തന്നെ അനായാസന മരണം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കും. അത്ര ഭക്തിയുടെ ശ്രേഷ്ഠത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ സംസാരപത്മം വഴി പ്രാണൻ പൊക്കോളും. അത് നമ്മൾ ബലം പിടിച്ചിട്ട് നോക്കിയിരിക്കുകയൊന്നും വേണ്ട. ഭഗവാന്റെ കൃപ കിട്ടിയാൽ മതി, ആ നിമിഷം സാധിക്കും. ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കും പ്രാണൻ ബാക്കി ദ്വാരമൊക്കെ വിട്ടിട്ട് സംസാരപത്മം വഴി പോകുന്നു. ഏറ്റവും കൂടുതൽ 100% ഈശ്വരശക്തി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്, പെർഫെക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് നല്ല സുഷുപ്തി കിടന്നുറങ്ങുന്ന സമയത്താണ്. ആ സമയത്ത് ആ പ്രാണൻ ഭഗവാൻ വലിച്ചെടുത്താൽ എന്തപ്പോൾ കുഴപ്പം? എന്തിനാ ഉറക്കം എഴുന്നേറ്റ് വരുന്നത്? വീണ്ടും ഈ തോന്നിയാസം കാണിക്കാൻ. ആ ഉറക്കത്തിൽ തന്നെ പോയാൽ മതി എന്നാ ഞാൻ പറയാം. പിന്നെ ബാക്കിയുള്ളൊരു കാര്യമോ കണ്ടില്ല കേട്ടില്ല, ഞാൻ അറിഞ്ഞില്ല, പറ്റി, ഇതൊക്കെ നടന്നോട്ടെ, അതൊക്കെ നമുക്ക് എന്താ പ്രശ്നം? നമുക്ക് മരണഭയം ഇല്ലാതെ ആയാൽ മതി, ഭഗവാനിൽ ഭക്തി ഉണ്ടായാൽ മതി. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, എന്തായിട്ട് ജനിക്കണോ വേണ്ടയോ ഇല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്തണോ, ഇതൊക്കെ ഭഗവാൻ തീരുമാനിച്ചോളും. വിട്ടുകൊടുത്തേക്കാം. നമുക്ക് കുറച്ച് കാലത്തേക്ക് സൂക്ഷിക്കാൻ തന്നേക്കണ ഭഗവാൻ. പിന്നെ അതെന്താ ചെയ്യേണ്ടതെന്നുള്ള ഭഗവാൻ തീരുമാനിച്ചത്. നമ്മൾ ഈ പറയുന്ന ടെൻഷനിൽ ഇനി വയസ്സുകാലത്ത് ഈ അഭ്യാസമൊക്കെ ചെയ്തിട്ട് പ്രാണൻ എതിലേ പോണേന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന അതും ടെൻഷനാക്കൊന്നും വേണ്ട. ഭഗവത് ഭക്തിയോടുകൂടി ഇരിക്കുക. അനന്യ ഭക്തി മറ്റൊന്നും ചെയ്യാനില്ലെങ്കിൽ ഭഗവാനെ തന്നെ സ്മരിച്ചുകൊണ്ട്, അഥവാ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പ്രാരാബ്ധം ചെയ്യുകയാണെങ്കിൽ, പ്രാരാബ്ധം അനുഭവിക്കുകയാണെങ്കിൽ അതൊക്കെ ഈശ്വരനുള്ള സമർപ്പണമായിക്കൊണ്ട് ഭഗവാനെ തന്നെ ഉറച്ചു വെക്കാം. മയ്യാസക്ത മനാപാത്തി ലളിതമായ മാർഗം ഭഗവാൻ പറഞ്ഞു. അങ്ങനെ ലളിതമായ രീതിയിൽ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ജീവിതം ഇനിയുള്ളതെങ്കിലും കഴിച്ചു കൂട്ടുക. ശരീരം ഉപേക്ഷിച്ചിട്ട് നമ്മൾ എന്താകണം എന്നൊക്കെ ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്ക് ശരീരം തന്നിട്ടുണ്ട്, അത് കുറച്ചു കാലത്തേക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന അത്ര കാലേ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. വീണു പോകുമ്പോൾ വീണു പൊക്കോട്ടെ, പ്രാണൻ പോകുന്ന വഴിക്ക് പൊക്കോട്ടെ, തിരിച്ചു വരണമെങ്കിൽ വന്നോട്ടെ. എന്തിനാ ടെൻഷൻ ആകണത്? ടെൻഷൻ ഫ്രീ ആകൂ, റിലാക്സ്. അതിൽ തന്നെ 50% നിങ്ങൾ ആനന്ദം അനുഭവിക്കും. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചോട്ടെ. നമ്മൾ എന്തിനാ വെറുതെ ടെൻഷൻ ആകുന്നത്? ഇതൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ ഈ വയസ്സുകാലത്ത്? ഇതൊക്കെ ഭഗവാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കൊരു ടെൻഷനും ഇല്ല. വന്ന പോലെ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്ന പോലെ ഈ ജന്മവും കഴിഞ്ഞു പോവും. ഇത്രയും കാലം കഴിഞ്ഞു പോയില്ലേ? നമ്മളെന്തെങ്കിലും ടെൻഷൻ എടുത്തിരുന്നിട്ടും ഇത് പാസ്സാകാതിരുന്നിട്ടുണ്ടോ? ഓരോ നിമിഷം പാസ്സായി റീകളക്ട് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. നമ്മൾ ഇവിടം വരെ എത്തിയതും ഓട്ടോമാറ്റിക് പ്രോസസ്സിലാണ്. അപ്പം ഇതേപ്പറ്റിയൊക്കെ ഭഗവാന്റെ മഹത്വത്തെ കുറിച്ച് അറിഞ്ഞിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സമാനം ആനന്ദം ഈ നിമിഷം അനുഭവിച്ചോളൂ. ശരീരത്തിൻ്റെ പോലും നമ്മളാളല്ല. നമ്മൾ എന്താക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ വിചാരിച്ചാലൊന്നും ഒന്നും സാധ്യമല്ല. നമ്മൾ കേവലം സൂക്ഷിപ്പുകാരാണ്. കുറച്ചു കാലത്തേക്ക് നമുക്ക് സൂക്ഷിക്കാൻ തന്നിരിക്കുന്നു. അത് കേട് വരുമ്പോൾ കേട് വന്നോട്ടെ, പൊക്കോട്ടെ, അത് മണ്ണിലേക്ക് തന്നെ പോവും.
അതിൽ എങ്ങോട്ടാ അനന്തരഗതി എന്നുണ്ടെങ്കിൽ അതും ഭഗവാൻ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുക. നമ്മൾ തിരിച്ച് ബലം പിടിക്കുമ്പോഴാണ് ഭഗവാൻ കൊണ്ടുപോകാൻ വന്നാലും ഞാനിപ്പോൾ ഇല്ല എന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുക. എനിക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അത് നേടണം, ഇത് നേടണം, ഞാനിവിടെ വിട്ടിട്ട് മരിക്കില്ല, എനിക്ക് ഇവിടെ കിടന്ന് മരിക്കണം, ഇങ്ങനെയുള്ള ചില വാശികളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ വിട്ടേക്കാം, റിലാക്സ് ആയിട്ടിരിക്കുക. ഓരോ നിമിഷവും സംഭവിക്കാനുള്ളതിനെ മുഴുവൻ പ്രസാദമായി സ്വീകരിക്കുക. നല്ലതായാലും ചീത്തയായാലും അതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു മനോഭാവം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ബാക്കിയുള്ളത് നോക്കരുത്. ബാക്കിയുള്ളത് നമ്മളെ ടെൻഷനാക്കാനും പേടിപ്പിക്കാനും നമ്മളെ കൺസിക്വൻസിൽ മായപ്പെടുത്താനും ഒക്കെ ഉള്ളതാണ് ബാക്കിയുള്ള പ്രകൃതി. ഇതേപ്പറ്റി ബോധം ഇല്ലാത്തവരോട് നിങ്ങൾ ഇടപെട്ടാൽ നിങ്ങളെ കൂടുതൽ ബന്ധനത്തിൽപ്പെടുത്തും. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു സ്ഥിതിയിൽ സത്സംഗത്തിലൂടെ ഈ ഈശ്വരൻ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. ബാഹ്യമായതിൽ എന്തിലെങ്കിലും പെട്ടാൽ നിങ്ങൾ ബന്ധനത്തിൽപ്പെടുകയും ചെയ്യും. അപ്പോൾ അതിൽ നിന്നെല്ലാം വിടുതലുണ്ടാക്കുക. അതിനാണ് വൈരാഗ്യം, വിരക്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഈ അഭ്യാസം ചെയ്യുന്നതോടൊപ്പം ഭൗതിക കാര്യങ്ങളിലുള്ള വിരക്തിയും കൂടെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെയും പോയിട്ട് ഈ ജ്ഞാനം ആർജിച്ചത് പോലും നഷ്ടപ്പെട്ടിട്ട് പിന്നെയും മോഹവലയത്തിൽപ്പെട്ടു പോകും. അത് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്ക് ഇവിടെ സമർപ്പിക്കാം. ഈ 10 ശ്ലോകങ്ങളാണ്. അതൊന്ന് നമുക്ക് പാരായണം ചെയ്തുകൊണ്ട് സമർപ്പിക്കാം. അഥ അഷ്ടമോധ്യായകാക്ഷര ബ്രഹ്മയോഗ അർജുനോ വാച കിം തദ് ബ്രഹ്മ കിം ആധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അതിഭൂതം ച കിം പ്രോക്തം അതിദൈവം കിം ഉച്യതേ അതിയജ്ഞ കഥം കോ അത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോ അസി നിയതാമഭി. ശ്രീ ഭഗവാനുവാച അക്ഷരം ബ്രഹ്മ പരമം സ്വഭാവോ ആധ്യാത്മമുച്യതേ ഭൂതഭാവോ ഭവത്കാരോ വിസർഗ കർമ്മ സംചിത അതിഭൂതം ക്ഷരോ ഭാവ പുരുഷാദിദൈവതം അതിയജ്ഞോ അഹമേവത്ര ദേഹേ ദേഹവൃതാംബരാം അന്ധകാലേ ച മാമേവ സ്മരൻ മുക്ത്വാ കളേപരം യാ പ്രയാതി സമൽഭാവം യാതി നാശ്രിത്യ സംശയം യം യം വാപി സ്മരൻ പാപം ത്യജത്യന്തേ കളേപരം തം താമേവ ഇതി കൗന്തേയ സദാ തദ്ഭാവഭാവിതാം തസ്മാ സർവേഷു കാലേഷു മാമനുസ്മരയുധ്യജ മയ്യർപ്പിത മനോബുദ്ധിർമാമേ വൈശ്യസ്യ സംശയം. അഭ്യാസയോഗയുക്തേന ചേതസാ നാന്യകാമിന പരമം പുരുഷം ദിവ്യം യാതി പാർത്ഥാനുചിന്തയൻ കവീം പുരാണമനുശാസിതാരം മനോരണീയാൻ സ്മരസ്മരധ്യ സർവസ്യ ദാതാചിന്യരൂപം ആദിത്യവർണം തമസപരസ്താൽ പ്രയാണകാലേ മനസാചലേന ഭക്ത്യാ യുക്തോ യോഗബലേന ചൈവ ഭ്രുവോ മധ്യേ പ്രാണമാവേശ്യ സമ്യക് സദം പരം പുരുഷമുപൈതി ദിവ്യം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്ദത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിരാജശംഖചക്രം കൗമോദകീം സരസിജംകരുണാസമുദ്രം യഥാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേ സമനിശം ഹൃദി ഭാവയാമി. വാതാലയേ സമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാശരണം. ശ്രീ ഗുരുവായൂരപ്പാശരണം. ഓം ശാന്തി ശാന്തി ശാന്തി.